ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അറിയാൻ ആഗ്രഹമുള്ളവർ മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ ആഷിർ. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു പ്രവാസിയാണ്. നാട്ടിൽ പല കുരുത്തക്കേടും ഒപ്പിച്ച് നടക്കുമ്പോൾ എൻ്റെ അമ്മാവൻ ഗഫൂർ എന്നെ പിടിച്ച് ഗൾഫിലേക്ക് കൊണ്ടുപോയി. കോളേജ് വിടുമ്പോൾ നാട്ടിലെ പെൺകുട്ടികളെ വായി നോക്കി നടന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അറബി സുന്ദരിമാർക്ക് ഇത്രയും മൊഞ്ചുള്ള കാര്യം. ഗൾഫിൽ പോയവർക്ക് അവിടെയുള്ള മൊഞ്ചത്തിമാരെ അറിയൂ. മൊഞ്ചത്തിമാരെന്ന് പറഞ്ഞാൽ മുഖം കൊണ്ട് മാത്രമുള്ള മൊഞ്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാം കൊണ്ടും. അതവിടെ പോയവർക്കറിയാം. ഒരിക്കലെങ്കിലും അതിലൊരെണ്ണത്തിനെ ആഗ്രഹിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല. അതിലൊരുത്തനായിരുന്നു ഞാനും. എന്നാൽ ആ ഭാഗ്യം എന്നെ തേടിയെത്തി. ഭാഗ്യമെന്ന് പറഞ്ഞാൽ വെറും ഭാഗ്യമല്ല, ഒരൊന്നൊന്നര ഭാഗ്യം. +2 പൊട്ടിയ ഞാൻ നാട്ടിൽ പല ജോലിയും ചെയ്ത് ജീവിതം തള്ളി നീക്കുമ്പോൾ അമ്മാവൻ്റെ ഗ്രോസറിലേക്ക് എന്നെ കൊണ്ടുപോയത്. കുറേ ഞാൻ വരില്ലെന്ന് പറഞ്ഞെങ്കിലും ഉമ്മയും അമ്മാവനും സമ്മതിച്ചില്ല. നാട്ടിലെ ഓട്ടോ ഡ്രൈവറായ ഉപ്പയ്ക്ക് ഞാൻ പോയാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു. ക്രിക്കറ്റും ഫുട്ബോളും കുറേ കളിച്ച് നടന്നെങ്കിലും നല്ലൊരു പെൺകുട്ടിയെ സെറ്റാക്കാൻ എനിക്ക് പറ്റിയില്ല. കൂട്ടുകാർ ഓരോന്ന് പറയുമ്പോൾ മനസ്സിൽ പല ആഗ്രഹങ്ങളും തോന്നും. എന്നാൽ എൻ്റെ മെയിൻ ആശ്വാസം രാത്രിയിലെ വിദേശയാത്ര മാത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ ഗൾഫിലെത്തി ഞാൻ വിദേശയാത്രയെല്ലാം പാടെ ഒഴിവാക്കി. അവിടെ ഒരു വിദേശയാത്രയുടെയും ആവശ്യമില്ലെന്ന് അവിടെ കാലുകുത്തിയ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അവിടെയുള്ള ഓരോന്നിനെയും കാണുമ്പോൾ കണ്ണും വേറെ പലതും തള്ളി തരിച്ചുപോയി നിന്നിട്ടുണ്ട് ഞാൻ. അമ്മാവൻ എനിക്ക് തന്ന ഡ്യൂട്ടി ടൈം രാവിലെയും രാത്രിയുമായിരുന്നു. ഉച്ചയ്ക്കും രാത്രി 9 മണിക്ക് ശേഷവും അമ്മാവൻ വന്ന് നിൽക്കും. കുറേ പാകിസ്ഥാനികളും ബംഗാളികളും നിറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു ഞങ്ങളുടേത്. എന്നെ അവിടെ എല്ലാവർക്കും നല്ല കാര്യമായിരുന്നു. ഒന്നാമത് എനിക്കൊരു ഭാഷയും സംസാരിക്കാൻ അറിയില്ലായിരുന്നു. കൈകൊണ്ടും കാലുകൊണ്ടും ഓരോ കോപ്രായം കാണിച്ച് ഞാൻ പറഞ്ഞൊപ്പിക്കും. എനിക്കവിടെ കുറേ ഫ്രണ്ട്സുണ്ട്, പാകിസ്ഥാനികളും ബംഗാളികളുമായിട്ട്. പുതിയതായി ഇറങ്ങുന്ന ഫോണെല്ലാം സ്പോട്ടിൽ പോയി വാങ്ങിക്കും. എന്നാൽ അതിലെ സെറ്റിങ്സും ഒരു കുന്ത്രാണ്ടവും അവർക്കറിയില്ല. എല്ലാം ശരിയാക്കാൻ അവരെൻ്റെ അടുത്തേക്ക് ഓടി വരും. ഞാൻ വലിയ ആളായിട്ടൊന്നുമല്ല, എന്നാലും എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർക്കെന്നെ നല്ല കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെയുള്ളൊരാൾ ഒരു ഫോണുമായി എൻ്റെ അടുത്തേക്ക് വന്നു. അയാൾക്കൊരു 50 വയസ്സ് പ്രായം ഉണ്ടാകും. മുൻപ് 1-2 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുമുണ്ട്. അയാൾ ഫോൺ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, കോള് വരുമ്പോൾ തീരെ സൗണ്ടില്ല, എന്താണെന്നറിയില്ല. നീ ഇതൊന്ന് ശരിയാക്കി വെക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന്. എനിക്കപ്പോൾ കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് ഞാൻ ശരിയെന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അടുത്തൊന്നും ഒരു മൊബൈൽ ഷോപ്പും ഇല്ലാത്തതുകൊണ്ടും ഇനി അവിടെയുള്ള മൊബൈൽ ഷോപ്പിൽ കൊടുത്താൽ തന്നെ ഒടുക്കത്തെ ചാർജുമാണ്. അതാണ് ആരും അങ്ങോട്ട് പോകാതെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ശരിയാക്കി കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ അവരോട് പറയും എനിക്ക് പറ്റില്ലെന്ന്. അങ്ങനെ എൻ്റെ കസ്റ്റമേഴ്സ് പോയ ശേഷം ഞാൻ അയാൾ തന്ന ഫോൺ എടുത്ത് എന്താ പ്രശ്നമെന്ന് നോക്കി. സംഗതി സെറ്റിങ്സിൽ പോയി വോളിയം കൂട്ടേണ്ട കാര്യം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവരുടെയൊക്കെ ഒരു റേഞ്ച്. ഇതുപോലുള്ള കാര്യത്തിന് അവർ എൻ്റെ അടുത്തേക്ക് ഫോൺ കൊണ്ട് വരുന്നത്. അങ്ങനെ സെറ്റിങ്സിൽ കയറി വോളിയം കൂട്ടി വെച്ചപ്പോൾ അത് ശരിയായി. ഒരു ലോക്ക് പോലും ഇടാത്ത ഫോണായതുകൊണ്ട് കടയിൽ വേറെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ ചുമ്മാ അയാളുടെ ഫോണിലെ ഗാലറിയെല്ലാം വെറുതെ നോക്കാൻ തുടങ്ങി. അയാളും അയാളുടെ ഫ്രണ്ട്സും നിൽക്കുന്ന കുറേ ഫോട്ടോസും പിന്നെ കുറേ ഉറുദുവിലും അറബിയിലും എഴുതിയ കുറേ ഫോട്ടോസ്. ബോറടിച്ചിരുന്ന ഞാൻ ചുമ്മാ ടൈം പാസിന് അതെല്ലാം ഓരോന്നും നോക്കിക്കൊണ്ടിരുന്നു. സൈഡിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സുന്ദരിയായ സ്ത്രീയെ ഞാൻ കണ്ടു. കണ്ടിട്ട് ആ ഫോട്ടോയിൽ നിന്നും എനിക്ക് കണ്ണെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു മേക്ക് പോലും ഇല്ലാത്ത നല്ല സുന്ദരമായ മുഖം. കൂടുതൽ ഫോട്ടോസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ വീണ്ടും നീക്കി. ദാ വരുന്നു അടുത്ത ഫോട്ടോ. അത് ഒരു ഫുൾ സൈസ് ഫോട്ടോ ആയിരുന്നു. ഞാൻ വീണ്ടും നീക്കി നോക്കി. ദാ
രണ്ടുപേരും തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോ. ഒരു വൃത്തിയും മെനയുമില്ലാത്ത ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും സുന്ദരിയായ ഈ ഭാര്യയെ? ഞാൻ വീണ്ടും അടുത്ത ഫോട്ടോസ് കാണാൻ നീക്കി നോക്കാൻ തുടങ്ങി. അടുത്ത നീക്കലിൽ വന്ന ഫോട്ടോസ് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇതുവരെ കണ്ട ഫോട്ടോയിൽ നിന്നും നല്ല വ്യത്യാസമായിരുന്നു ആ ഫോട്ടോ. കണ്ണ് തള്ളിപ്പോയ ഞാൻ വേഗം ഇനിയുമുണ്ടോ നോക്കി. നീക്കാൻ തുടങ്ങിയപ്പോൾ പല രീതിയിൽ നിൽക്കുന്ന കുറേ എണ്ണം ഞാൻ വീണ്ടും കണ്ടു. കിളിപോയ അവസ്ഥയിലായ ഞാൻ അയാൾ വരുന്നതിന് മുമ്പ് ബ്ലൂടൂത്ത് വഴി എല്ലാം എൻ്റെ ഫോണിലേക്ക് ആക്കി വെച്ചു. അങ്ങനെ കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്തെല്ലാം ഞാൻ അതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു. ഒന്ന് പോയി വിടാമെന്ന് വെച്ചാൽ അമ്മാവൻ വരണം. അങ്ങേര് വരണമെങ്കിൽ ഉച്ചയാകും. ഞാനെല്ലാം അടക്കി പിടിച്ച് സമയം തള്ളി നീക്കി. പെട്ടെന്ന് ആ പാകിസ്ഥാനിയുടെ ഫോണിലേക്ക് ഒരു കോള് വരാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ എം എന്നെഴുതിയ പേര് വെച്ച് ആരോ ആണ് വിളിക്കുന്നത്. ഞാൻ കോൾ എടുക്കാതെ ഫോൺ അവിടെ തന്നെ വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫോൺ വീണ്ടും ബെല്ലടിക്കാൻ തുടങ്ങി. ആരായാലും ഞാനിനി എടുത്തിട്ട് ഏത് ഭാഷയിൽ സംസാരിക്കാനാന്ന് വെച്ച് ഞാൻ വീണ്ടും കോൾ എടുത്തില്ല. പക്ഷേ ആ കോൾ വീണ്ടും വന്നുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് എനിക്ക് തോന്നിയത്, ഇതിനി അയാളുടെ ഭാര്യ വല്ലതുമായിരിക്കുമോ ഇനി വിളിക്കുന്നത്? ഒന്ന് എടുത്ത് നോക്കിയാലോ? എല്ലാം കണ്ടു. ആളുടെ സൗണ്ടും കൂടി ഒന്ന് കേൾക്കാലോ എന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത കോൾ വന്നതും ഞാൻ ചാടി കോളെടുത്തു. അപ്പുറത്തുനിന്നും ദേഷ്യത്തോടെ ഒരു സ്ത്രീ പലതും പറയുന്നു. എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ പലതും പറഞ്ഞു നോക്കി. പക്ഷേ എൻ്റെ ഹിന്ദിയൊന്നും അങ്ങോട്ട് ഏൽക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ വേഗം കോൾ കട്ട് ചെയ്തു. ഇനി വിളിച്ചവൾ തന്നെയാണോ ഈ ഫോട്ടോയിൽ കാണുന്നവൾ? ഞാൻ വീണ്ടും ഫോട്ടോസ് ഓരോന്നായി എടുത്തു നോക്കാൻ തുടങ്ങി. ഫോട്ടോസ് കണ്ട് കുട്ടേട്ടൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും ഞാനത് മൈൻഡ് ചെയ്തില്ല. ചില ഫോട്ടോസ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആളുടെ ഭാര്യ ഇവിടെ ദുബായിലുണ്ടെന്ന്. ഇവിടെ പല സ്ഥലങ്ങളിലും വെച്ചെടുത്ത ഫോട്ടോസ് എനിക്ക് കാണാൻ പറ്റി. അതും കൂടി അറിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ മോഹങ്ങൾ പൂത്തുലയാൻ തുടങ്ങി. ഞാൻ ആ ഫോണെടുത്ത് ഓഫ് ചെയ്തു വെച്ച നെറ്റ് ഓൺ ചെയ്ത് വാട്സപ്പിൽ കയറി നോക്കി. എന്ന പേരുള്ള ആൾ ആരാണെന്നറിയാൻ. ഞാൻ നോക്കുമ്പോൾ എന്ന പേരുള്ള ആളുടെ മെസ്സേജ് മുകളിൽ തന്നെ വന്നു കിടക്കുന്നു. ഞാൻ പ്രൊഫൈൽ പിക്ക് നോക്കിയപ്പോൾ അതയാളുടെ ഭാര്യ തന്നെ. 6 മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. അവസാനം വന്നത് ഒരു വോയിസ് മെസ്സേജാണ്. ഞാനത് തുറന്നു നോക്കാൻ പോയില്ല. ഞാനത് തുറന്നാൽ അയാൾക്ക് മനസ്സിലാകും ഞാൻ ഫോണെല്ലാം നോക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വേഗം ആ നമ്പറും എഴുതിയെടുത്ത് ഫോൺ അവിടെ മാറ്റി വെച്ചു. ഇനി അയാൾ വരുമ്പോൾ ഞാൻ അയാളുടെ ഫോണിൽ കളിക്കുന്നത് കാണണ്ടെന്ന് വെച്ചാണ് ഞാനത് ചെയ്തത്. 2 ബംഗാളികൾ വന്നപ്പോൾ ഞാൻ അവർക്ക് സാധനം കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾ കയറി വരുന്നത്. എന്തായി, ശരിയായോ എന്നയാൾ ഹിന്ദിയിൽ എന്നോട് ചോദിച്ചു. ഞാൻ ശരിയായെന്ന് പറഞ്ഞ് ഫോൺ അയാൾക്ക് കൊടുത്തു. ഇതിലേക്ക് ആരെങ്കിലും വിളിച്ചോ? എൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയ അയാൾ എന്നോട് ചോദിച്ചു. ആരോ കുറേ തവണ വിളിച്ചിട്ടുണ്ടായി. അവസാനം ഞാൻ കോളെടുത്തു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വേഗം കോൾ കട്ട് ചെയ്തു. ഞാനത് പറഞ്ഞത് കേട്ട് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെൻ്റെ ഭാര്യ. നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ ഞാൻ ഫോൺ നിന്നെ ഏൽപ്പിച്ചു പോയതാണെന്ന്? അത് പിന്നെ അതൊക്കെ ഉറുദുവിൽ പറയാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു. അതിനവളോട് ഉറുദുവിൽ തന്നെ പറയണമെന്നില്ല. അവൾക്ക് അറബിയും ഹിന്ദിയും ഒക്കെ നന്നായി അറിയാം. ഓ, അതെല്ലാം അറിയുമോ? ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു. അയാൾ അപ്പോഴേക്കും ഫോണെടുത്ത് ഭാര്യയെ വിളിക്കാൻ തുടങ്ങി. ഉറുദുവിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഏതോ റൂമെന്നൊക്കെ പറയുന്നുണ്ട്. ഭാര്യയോട് സംസാരിച്ചു കഴിഞ്ഞ് അയാൾ എന്നോട് ചോദിച്ചു. ഞാനൊരു റൂം കാണാൻ പോയതായിരുന്നു. പക്ഷേ അത് കുറച്ച് ദൂരമാണ്. എനിക്ക് ജോലിക്ക് പോകാനും വരാനും കുറേ ദൂരമുണ്ട്. ഇവിടെ അടുത്തെങ്ങാനും ഒരു റൂം കിട്ടുമോ? റൂമോ? നിങ്ങൾ ആരൊക്കെയുണ്ട്? ഞാൻ അയാളോട് ചോദിച്ചു. ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ബിൽഡിങ് അതിൻ്റെ മുതലാളിമാർ പൊളിച്ച് പണിയുകയാണ്. ഇപ്പോൾ ആരവിടെ വന്നിട്ടുണ്ട്, അത് പറയാനാ അവളിങ്ങനെ വിളിച്ചത്. അയാളത് പറഞ്ഞപ്പോൾ ഞാൻ ആകെ സന്തോഷിച്ചു. കാരണം ഞാനും അമ്മാവനും താമസിക്കുന്ന നേരെയുള്ള റൂം കാലിയാണ്. മുമ്പുള്ളവർ പോയിട്ട് ഇപ്പോൾ 2-3 ദിവസമേ ആയിട്ടുള്ളൂ.
ഇയാൾ ഭാര്യയും കൊണ്ട് അങ്ങോട്ട് വന്നാൽ ആ മുതലിനെ ഒന്ന് നേരിട്ട് കാണാലോ എന്നായി എൻ്റെ ഉദ്ദേശം. ആ, ഞാൻ താമസിക്കുന്നതിനടുത്ത് ഒരു റൂമുണ്ട്. ഞാൻ വേണമെങ്കിൽ ആരെങ്കിലും വന്നോ എന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം. ഓ, വളരെ ഉപകാരം. ഇവിടെ ആവുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ എളുപ്പമാ. നീ ഇന്ന് തന്നെ ഒന്ന് അന്വേഷിക്കണം. ആ ശരി, ഞാൻ ചോദിച്ചിട്ട് പറയാം. അങ്ങനെ അയാൾ കുറച്ച് സാധനങ്ങളും വാങ്ങിപ്പോയി. എനിക്കാണെങ്കിൽ അയാൾക്ക് ആ റൂം തന്നെ സെറ്റാക്കി കൊടുക്കണം എന്ന് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കി മറ്റേ ആളെ നല്ലോണം മൂപ്പ് കയറ്റി വെച്ചു. അമ്മാവൻ വന്നിട്ട് വേണം റൂമിൽ പോയി ഒന്ന് ആഞ്ഞു പണിയാൻ. അങ്ങനെ ഒരു 1:30 ആയപ്പോൾ അമ്മാവൻ കയറി വന്നു. എങ്ങനെയുണ്ടടാ, ആളുണ്ടോ? ആ, കുഴപ്പമില്ല അമ്മാവ, ഞാൻ പറഞ്ഞു. എന്നാ നീ പൊക്കോ. പിന്നെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് രണ്ടും നീ എടുത്തോ. രാത്രിയിലേക്ക് വെക്കണ്ട, രാത്രി നമുക്ക് ചിക്കൻ ആക്കാം, അമ്മാവൻ പറഞ്ഞു. ആ ശരി. പിന്നെ നമ്മുടെ മുന്നിലുള്ള ആ റൂമിൽ പുതിയ താമസക്കാർ വന്നോ? അറിയില്ലടാ. എന്താ? അല്ല, ഇവിടെ വന്നിരുന്ന ഒരു പാകിസ്ഥാനി ചോദിച്ചിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, അതൊന്നും വേണ്ട. അതിൻ്റെ മുതലാളി അവർക്കൊന്നും കൊടുക്കില്ല. നീ ചുമ്മാ അതൊന്നും പോയി ഏക്കണ്ട. അതൊരു പാവ. അയാളും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിൽക്കുന്ന റൂം പൊളിക്കുകയാ. അതാ അവർ വേറെ റൂം നോക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. അല്ല, അയാൾക്ക് എന്ത് ജോലിയാണെന്നാണ് പറഞ്ഞത്? എന്തോ സോഫ ഉണ്ടാക്കുന്ന പണിയാണെന്ന് തോന്നുന്നു. രാവിലെ പോയാൽ വൈകിട്ടേ വരൂ. ഞാനത് പറഞ്ഞതും അമ്മാവൻ്റെ മുഖത്ത് ഒരു വെട്ടം വീണത് ഞാൻ കണ്ടു. ആ റൂം ഓണറെ അമ്മാവൻ അറിയാം. അമ്മാവൻ വേഗം ഫോണെടുത്ത് ഓണറെ വിളിച്ചു. അമ്മാവൻ്റെ തിടുക്കം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അയാളും ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മാവൻ്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും അവളെ കണ്ട അമ്മാവൻ വിടില്ല, അതുറപ്പാ. അതിനു മുമ്പ് എനിക്കവളെ വീഴ്ത്തണം എന്നായി എൻ്റെ മനസ്സിൽ. ഡാ, അയാളുടെ നമ്പറുണ്ടോ? അമ്മാവൻ ഓണറിനെ വിളിച്ചു കഴിഞ്ഞ് എന്നോട് ചോദിച്ചു. നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല. അയാൾ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, ആളെങ്ങനെയാ? വൃത്തിയൊക്കെ ഉണ്ടോ? അവസാനം എനിക്ക് പണിയാകുമോ? അയാളത്ര വെടുപ്പല്ല, പക്ഷെ അയാളുടെ ഭാര്യ നല്ല സുന്ദരിയാ, നല്ല വൃത്തിയും മെനയൊക്കെ ഉണ്ട്. അതിന് നിനക്കെങ്ങനെ അറിയാം അയാളുടെ ഭാര്യ? നീ കണ്ടിട്ടുണ്ടോ? ആ, ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പാവ. ഞാൻ ചുമ്മാ ഒന്ന് തട്ടിവിട്ടു. അമ്മാവൻ്റെ മനസ്സിൽ പുതിയ മോഹങ്ങൾ വിരിയുന്നത് ഞാൻ ലൈവായി കണ്ടു. ദുബായിൽ വന്ന് കൈപ്പണി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ പ്രവാസികളുടെയും ഒരു സ്വപ്നമായിരിക്കും ഇവിടെ ഒരു പെണ്ണ്. വെറും പാകിസ്ഥാനികളും ബംഗാളികളും മാത്രം കയറിയിറങ്ങുന്ന എൻ്റെ കടയിലും റൂമിന് ചുറ്റിലും നല്ലൊരു സ്ത്രീകളെ പോലും കാണാൻ പറ്റില്ലായിരുന്നു. കാണണമെങ്കിൽ ടൗണിലേക്കോ ഏതെങ്കിലും മാളിലേക്കോ ലുലുവിലേക്കോ പോകണം. എന്നാൽ ഇപ്പോൾ റൂമിനടുത്ത് തന്നെ ഒരു സുന്ദരി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മാവൻ്റെ മുഖത്തെ ചിരി മായാതെ നിന്നു. നീ പോയിട്ട് വാ, ആ റൂം നമുക്ക് അവർക്ക് തന്നെ സെറ്റാക്കി കൊടുക്കാം, അമ്മാവൻ പറഞ്ഞു. അയാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. വന്നാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്ക്, അതും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് നടന്നു. ഇനി അമ്മാവൻ തിണ്ടി എങ്ങാനും പണി പറ്റിക്കുമോ? സുന്ദരിയാണെന്നൊന്നും പറയണ്ടായിരുന്നു. അങ്ങേരാണെങ്കിൽ ഒടുക്കത്തിൽ ലുക്ക. ഏത് പെണ്ണ് കണ്ടാലും വീണു പോകും. എന്തായാലും വരട്ടെ, അവരെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കാൻ പാടില്ല. ഞാൻ റൂമിൽ ചെന്ന് ഫോണെടുത്ത് ആദ്യം തന്നെ അതങ്ങ് പാസ്സാക്കി. പിടിച്ചു നിർത്തിയത് കൊണ്ടാണോന്നറിയില്ല, ഒരുപാടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി. അലാറം വെക്കാൻ മറന്ന് ഞാൻ പെട്ടെന്ന് എന്തോ സൗണ്ട് കേട്ട് നെട്ടി ഉണർന്നു. അപ്പോഴേക്കും തിരിച്ച് കടയിൽ പോകാൻ നേരമായിരിക്കുന്നു. ഞാൻ വേഗം കുളിച്ച് ഫ്രഷായി കടയിലേക്ക് പോയി. എന്താടാ വൈകിയേ? അമ്മാവൻ എന്നോട് ചോദിച്ചു. അത് അലാറം വെക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? എടാ, എനിക്കിവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഫോണിന്ന് എടുക്കാൻ പോലും സമയമില്ലായിരുന്നു. അല്ലേക്ക, അയാൾ വന്നോ? ഇല്ലടാ. നിനക്ക് അയാളുടെ നമ്പറൊന്ന് വാങ്ങിച്ചുകൂടായിരുന്നോ? ഓ പിന്നെ, എനിക്കതല്ലേ പണി. അല്ല, നിങ്ങൾക്കെന്താ ഇത്ര തിടുക്കം? അയാൾ നമ്മുടെ ബന്ധമൊന്നും അല്ലല്ലോ. അല്ലടാ,
അവർ ഭാര്യയും ഭർത്താവുമാവുമ്പോൾ നമുക്ക് ശല്യമൊന്നും ഉണ്ടാകില്ല. ഇനി വേറെ വല്ല ബംഗാളികളാണെങ്കിൽ നമുക്കൊരു സൗകര്യവും കിട്ടില്ല. എന്തായാലും അയാൾ വരികയാണെങ്കിൽ നീ നമ്മുടെ റൂം പറഞ്ഞു കൊടുക്ക്, ഞാൻ കൊണ്ടുപോയി കാണിച്ചോളാം ആ റൂം. അതും പറഞ്ഞ് അമ്മാവൻ റൂമിലേക്ക് നടന്നു. അമ്മാവൻ പുറത്തേക്ക് ഇറങ്ങിയതും അയാൾ കടയിലേക്ക് കയറി വന്നു. ഞാൻ വേഗം അമ്മാവനെ വിളിച്ചു. ഇതാ ഇയാളാണ് ആ റൂം നോക്കാൻ വന്നത്, ഞാൻ അമ്മാവനോട് പറഞ്ഞു. അത് കേട്ടതും അമ്മാവൻ നേരെ അയാളുടെ അടുത്തേക്ക് വന്ന് അയാളെ റൂം കാണിക്കാൻ വേണ്ടി അയാളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അയാൾ എൻ്റെ അടുത്തേക്ക് കടയിലേക്ക് വന്നു. എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ അയാളോട് ചോദിച്ചു, എന്തായി റൂം കണ്ടോ എന്ന്. ആ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, നാളെ ഭാര്യയും കൂട്ടി വരണം എന്നയാൾ പറഞ്ഞു. അയാളത് പറഞ്ഞപ്പോൾ അവളെ നേരിട്ട് കാണാനുള്ള ആകാംക്ഷ കൂടി. നാളെ തന്നെ വന്ന് കണ്ടേക്കണം, അല്ലെങ്കിൽ ആ മുതലാളി വേറെ ആർക്കെങ്കിലും കൊടുക്കും. അല്ല, അഡ്വാൻസ് വല്ലതും കൊടുത്തോ ഞാൻ ചോദിച്ചു. ആ കൊടുത്തു, പക്ഷേ ഞാനല്ല, നിന്റെ മുതലാളിയെ കൊടുത്തത്. എൻ്റെ മുതലാളിയോ? അതെന്തിന്? അത് പിന്നെ അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുതലാളി എടുത്തു കൊടുത്തു. ആഹാ, അയാൾ കൊള്ളാലോ. ഇന്നലെ സ്വന്തം ഭാര്യയ്ക്ക് ഒരു പർദ്ദ വേണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട ആളാ. ഇതൊരു നടക്ക് പോകില്ല, ഞാൻ മനസ്സിലോർത്തു. ഞാൻ പോട്ടെ, അവൾ വീട്ടിൽ തനിച്ച, അയാൾ പറഞ്ഞു. അല്ല, നാളെ എപ്പോഴാണ് വരുന്നത് റൂം കാണാൻ? ഉച്ചയ്ക്ക് വരാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ജോലി കളയണ്ടല്ലോ, ഫുഡ് കഴിക്കാനുള്ള ആ റെസ്റ്റ് ടൈമിൽ വന്നാൽ പോരെ, അയാൾ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെയാണ് അയാൾ പറഞ്ഞത്. അന്ന് രാത്രി ഉറങ്ങുന്നതിനിടയിൽ ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റ് ഞാൻ കണ്ടത് അമ്മാവൻ മുഖത്ത് എന്തൊക്കെയോ തേച്ചിരിക്കുന്നതാണ്. ഇതുവരെ ഞാൻ കാണാത്ത പുതിയൊരാളായി മാറിയിരിക്കുന്ന അമ്മാവൻ എന്നെ കണ്ട ഉടനെ മുഖം മറച്ച് അറിയാത്ത പോലെ ടി വിയിലേക്ക് നോക്കിയിരുന്നു. ഞാൻ ഒന്നും ചോദിക്കാതെ നേരെ ബാത്റൂമിലേക്ക് പോയി തിരിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി. നാളെ ആ പെണ്ണ് വരുമ്പോൾ അവളെ കാണാനുള്ള ഒരുക്കമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അടുത്ത ദിവസം കടയിൽ ചെന്ന ഞാൻ ഉച്ചയാകാൻ വേണ്ടി 1 മണിക്കൂർ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് മുമ്പെങ്ങാനും അയാളും ഭാര്യയും വന്നാൽ എല്ലാം കുളമാകും. ഈ കടയിൽ നിന്നും എനിക്കൊന്ന് കാണാൻ പോലും പറ്റില്ല അവളെ. ഇടയ്ക്കൊക്കെ ഫോണെടുത്ത് ആ ഫോട്ടോസ് വീണ്ടും നോക്കി ഞാൻ ആസ്വദിച്ചു. അങ്ങനെ ഉച്ചയായതും അമ്മാവൻ കുളിച്ചൊരുങ്ങി ഏതോ വില കൂടിയ സ്പ്രേ എല്ലാം ദേഹത്തോടെ ഒഴിച്ചു വന്നിരിക്കുന്നു. ഡാ ആഷിറേ, അയാൾ വന്നായിരുന്നോ? ഇല്ല. എന്താ അമ്മാവ? അല്ലടാ, ഞാൻ ഇന്നലെ ഒരു 200 ദിർഹം കൊടുത്തിരുന്നു, അതെങ്ങാനും തന്നു എന്നറിയാനാ. ഏയ്, അയാളൊന്നും വന്നിട്ടില്ല. നിങ്ങൾ എന്തിനാ ഈ അറിയാത്ത ആളുകൾക്കെല്ലാം പൈസ കൊടുക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവനാണല്ലോ. ഇതെന്ത് പറ്റി? എടാ, അത് അയാളൊരു പാവ, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ ആ സമയത്ത് അയാളുടെ കയ്യിൽ ക്യാഷും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നില്ല അയാൾ വരുമെന്ന്. അയാളെ കണ്ടപ്പോഴേ എനിക്കൊരു ഉടായ്പ് തോന്നിയിരുന്നു. അല്ലെങ്കിലും നിങ്ങളല്ലാതെ ആരെങ്കിലും ഇയാളേക്ക് വിശ്വസിക്കുമോ? ഇപ്പോൾ അങ്ങനെയായോ? നീയല്ലേടാ എല്ലാം ഒപ്പിച്ചത്. എന്തായാലും നീ പോയിട്ട് വാ, ഞാനൊന്ന് നോക്കട്ടെ. അമ്മാവൻ്റെ മനസ്സിൽ ചെറിയൊരു വെറുപ്പ് കയറ്റിക്കൊടുത്ത് ഞാൻ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് ഞാൻ വേഗം ചോറെടുത്ത് കഴിച്ചു. മുഖമെല്ലാം ഫേസ് വാഷ് ഇട്ട് കഴുകി ഞാൻ പുറത്തുപോയി അവർ വരുന്നതും കാത്തു നിന്നു. കുറേ നേരം കാണാത്തത് കൊണ്ട് റൂമിലേക്ക് തന്നെ മടങ്ങാൻ നിന്നപ്പോൾ ആ റൂമിന് മുന്നിലേക്ക് ഒരാളുടെ കാറ് വന്ന് നിന്നു. ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നും അയാളും ബാക്കിൽ നിന്നും അയാളുടെ ഭാര്യയും ഇറങ്ങി. എൻ്റെ മോനെ, ആ സൗന്ദര്യം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതിലും അപ്പുറം ആ ഫോട്ടോസ് എൻ്റെ കണ്ണിലേക്ക് കയറി വന്നു. എന്നെ കണ്ട അയാൾ എന്നെ അങ്ങോട്ട് മാടി വിളിച്ചു. ഞാൻ വേഗം അങ്ങോട്ടേക്ക് ചെന്നു. എന്നെ കണ്ട അവൾ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഇവനാ എനിക്ക് ഈ റൂം പറഞ്ഞു തന്നത്, നിനക്കിവനെ മനസ്സിലായോ? അയാൾ ഭാര്യയോട് ചോദിച്ചു. ഇല്ല, അവൾ തല താഴ്ത്തി ചെറിയ നാണത്തോടെ പറഞ്ഞു. ഇവനാടി ഇന്നലെ നീ വിളിച്ചപ്പോൾ കോൾ എടുത്തത്. നിന്റെ ദേഷ്യത്തോടുള്ള സംസാരം കേട്ട് ഇവൻ ഇന്നലെ ഫോൺ വെച്ചിട്ട് ഓടി. അത് കേട്ടതും അവൾ എന്നെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഞാനും
ചെറിയ വളിച്ച് ചിരിച്ച് അവിടെ തന്നെ നിന്നു. എന്താ നിൻ്റെ പേര്? എൻ്റെ നിൽപ്പ് കണ്ട് അവൾ എന്നോട് ചോദിച്ചു. ഹിന്ദിയിലായതുകൊണ്ട് എനിക്കത് മനസ്സിലായി. ഞാൻ പേര് പറഞ്ഞു. കൊള്ളാം, നല്ല പേര്, എനിക്കിഷ്ടമായി. അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരിയിൽ അവളുടെ സൗന്ദര്യം ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. അറബികൾ പോലും തോറ്റുപോകും. എന്തായാലും എറിയാൻ കൊള്ളുന്ന മാവാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ 3 പേരും റൂമെല്ലാം തുറന്നു കണ്ടു. തുറക്കാനും അടയ്ക്കാനും എല്ലാത്തിനും മുൻകൈ എടുത്തത് ഞാൻ തന്നെ. ഓരോ റൂമിലേക്ക് പോകുമ്പോഴും ഞാൻ അവരുടെ ബാക്കിൽ തന്നെ നടന്നു. അപ്പോഴാണ് ശരിക്കും ഞാൻ അവളുടെ സൗന്ദര്യം കണ്ടത്. നമ്മുടെ ഹണി റോസ് ഒന്നുമല്ല. എല്ലാം അടക്കി പിടിച്ച് ഞാൻ നല്ലൊരു സഹായിയായി അവരുടെ കൂടെ കൂടി. ബൈ, നിങ്ങൾ കടയിൽ കയറിയിട്ടാണോ വന്നത്? ഞാൻ അയാളോട് ചോദിച്ചു. ഏയ് അല്ലടാ, ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. അതെനിക്കറിയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കടയും പൂട്ടി അമ്മാവൻ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വീടെല്ലാം അവർക്കിഷ്ടപ്പെട്ടു. നാളെ സാധനങ്ങളുമായി വരാമെന്നും പറഞ്ഞ് അവർ പോയി. ഞാൻ വേഗം റൂമിലേക്കോടി എല്ലാം മനസ്സിൽ ധ്യാനിച്ച് ആനങ്ങ് കൊടുത്തു. ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി. ഫോണിൽ നോക്കിയപ്പോൾ അതാ അമ്മാവൻ. അവർ വന്നോന്നറിയാനാകും ഞാൻ കോളെടുത്തില്ല. ദാ വരുന്നു വീണ്ടും അടുത്ത കോള്. ഈ കാലൻ എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. ഞാൻ പ്രാഗിക്കൊണ്ട് കോളെടുത്തു. ഹലോ ഡാ, നീ ഉറങ്ങിയോ? അമ്മാവൻ എന്നോട് ചോദിച്ചു. ആ, ഞാൻ ഉറങ്ങായിരുന്നു. എന്താ അമ്മാവാ? അല്ലടാ, അവർ വന്നോ? ആ, വന്നു പോയല്ലോ. എന്താ അവർ കടയിലേക്ക് വന്നില്ലേ? ഇല്ലടാ. അല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു അയാളുടെ കൂടെ? അമ്മാവൻ ചോദിച്ചു. അയാളും അയാളുടെ ഭാര്യയും മാത്രം. റൂമൊക്കെ കയറി നോക്കിയായിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? അവർക്ക് ഇഷ്ടപ്പെട്ടോടാ? ആ, ഇഷ്ടപ്പെട്ടു. നാളെ സാധനങ്ങളുമായി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ പൈസ കിട്ടിയില്ലേ? അത് കുഴപ്പമില്ലടാ, അയാൾ തന്നോളും. നാളെ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ഞാൻ കരുതി കടയിൽ വന്ന് കാണുമെന്ന്. അത് കുഴപ്പമില്ലടാ, ചിലപ്പോൾ സമയം കിട്ടിക്കാണില്ല. നീ എന്നാ ഉറങ്ങിക്കോ, പിന്നെ അലാറം വെക്കാൻ മറക്കണ്ട. അതും പറഞ്ഞ് അമ്മാവൻ കോൾ കട്ട് ചെയ്തു. കിട്ടിയ കുറച്ച് സമയം ഞാൻ വേഗം കിടന്നുറങ്ങി. അങ്ങനെ വൈകുന്നേരം അലാറത്തിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ നെട്ടി ഉണർന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വേഗം കടയിലേക്ക് നടന്നു. ഒരു 2 മിനിറ്റ്, അത്രയും നടക്കാനുള്ള ദൂരം മാത്രമേ കടയിലേക്കുള്ളൂ. ഞാൻ കടയിൽ ചെന്നപ്പോൾ കടയിൽ നിറയെ ബംഗാളികൾ നിറഞ്ഞു നിൽക്കുന്നു. ഓരോരുത്തരുമാരുടെ കയ്യിൽ റെഡ് ബുള്ളും മറ്റു കൂൾ ഡ്രിങ്ക്സും ഉണ്ട്. എന്നെ കണ്ട അമ്മാവൻ എന്നോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അമ്മാവൻ ഒന്നും ചോദിക്കാതെ എന്നോട് യാത്ര പറഞ്ഞ് റൂമിലേക്ക് പോയി. അങ്ങനെ ഞാനും അമ്മാവനും നാളെ അവർ വരുന്നതും കാത്തിരുന്നു. അന്ന് രാത്രിയിലും ഞാൻ ഫോണിൽ നോക്കി ഒന്നാഞ്ഞു വിട്ടു. അങ്ങനെ പ്രത്യേകിച്ചൊരു വിശേഷമില്ലാതെ ആ രാത്രിയും കടന്നുപോയി. അടുത്ത ദിവസം ഞാൻ എന്നത്തെയും പോലെ രാവിലെ തന്നെ കടയിലേക്ക് പോയി എൻ്റെ ജോലി തുടർന്നു. ഒരു 9 മണിയായപ്പോൾ ദാ വരുന്നു ആ പാകിസ്ഥാനി എൻ്റെ കടയിലേക്ക്. 1-2 ചാക്ക് കിട്ടുമോ? അയാൾ എന്നോട് ചോദിച്ചു. നോക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ കടയിലുള്ള 2-3 ചാക്ക് എടുത്തു കൊടുത്തു. അല്ല, എപ്പോഴാണ് വരുന്നത്? ഞാൻ ചോദിച്ചു. ഉച്ചയാകും, കുറച്ച് പണിയും കുറച്ച് സാധനങ്ങളും കൂടി പാക്ക് ചെയ്യാനുണ്ട്, അയാൾ പറഞ്ഞു. ഉച്ചയെന്ന് പറയുമ്പോൾ ഇന്നലെ വന്ന ടൈം ആകുമോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ആ സമയത്താണെങ്കിൽ എനിക്കും കൂടാ നിങ്ങളെ സഹായിക്കാൻ, അതാ ഞാൻ ചോദിച്ചത്. ഓ അങ്ങനെ. ആ, പക്ഷേ ആ വണ്ടിക്കാരൻ എപ്പോൾ വരുമെന്നറിയില്ല. 12 മണിക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അയാൾ പറഞ്ഞു. ഓ, 12 മണിക്കാണോ? അപ്പോൾ ഞാൻ ഉണ്ടാകില്ല, ഞാൻ ഇവിടെ ആയിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്, സാധനങ്ങളെല്ലാം പുറത്താക്കി വെക്ക്, ഞാൻ വന്നിട്ട് അകത്തേക്ക് വെക്കാം. ഏയ്, അതിന് മാത്രമുള്ള സാധനങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ആകെ കുറച്ച് സാധനങ്ങൾ മാത്രം, അതൊക്കെ ഞാനെടുത്ത് വെച്ചോളാം. അയാളത് പറഞ്ഞതും ഞാൻ ആകെ സങ്കടത്തിലായി. ഷേ, ഇനി എങ്ങനെയാ അവളുമായി ഒന്ന് അടുക്കാൻ പറ്റുക? ഇന്നലത്തെ പോലെ ഇന്നും ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ പൊളിച്ചാനെ, ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഡാ, ഞാൻ പോട്ടെ, കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് ചാക്കുമായി അയാൾ പോയി. അമ്മാവനുള്ള സമയത്ത് അവർ വന്നാൽ
അമ്മാവൻ ചിലപ്പോൾ അവളെ വീഴ്ത്തും. അമ്മാവൻ കയറി മെഴുകുന്നതിന് മുമ്പ് എനിക്ക് കയറി മുട്ടണം. പക്ഷേ 12 മണിക്ക് അവർ വന്നാൽ എല്ലാം കുളമാകും. ഞാൻ മണ്ടയും ചൊറിഞ്ഞ് ഓരോന്നാലോചിച്ചിരുന്നു. ഒരൈഡിയയും നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ പിന്നീട് കടയിലെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചു. അങ്ങനെ കുറച്ച് സമയം കടന്നുപോയി. സമയം 1 മണിയായി. പെട്ടെന്ന് എൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ഞാൻ കോളെടുത്ത് നോക്കുമ്പോൾ അമ്മായി ആയിരുന്നു അത്. ഹലോ ഡാ, അഷ്റഫിക്ക് എവിടെ? അമ്മായി ചോദിച്ചു. റൂമിലെ അമ്മായി. എന്താ? അല്ലടാ, കുറേ നേരമായി ഞാൻ വിളിക്കുന്നു. സാധാരണ എന്നും ഈ സമയത്ത് തന്നെ വിളിക്കുന്നതാ. ഇന്നിത് എന്തു പറ്റിയാവോ? ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ പറഞ്ഞു. എന്താടാ, എന്താ നീ പറഞ്ഞത്? അതമ്മായി ചിലപ്പോൾ ഉറങ്ങിക്കാണും എന്നാ പറഞ്ഞത്. അമ്മായി കുറച്ചുകൂടി കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്ക്. അല്ലടാ, ഇക്ക കടയിലേക്ക് വരാറില്ലേ? നീ എപ്പോഴാ റൂമിൽ പോകുന്നത്? ഞാനൊരു 2 മണിയാകും അമ്മായി. എന്താ? എടാ അഷ്റഫേ, ഞാൻ എപ്പോഴും നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കും. എന്താ അമ്മായി? എടാ, അത് ഇക്കാക്ക് അവിടെ വല്ല ഉടായ്പുണ്ടോ? ഉടായ്പോ എന്ന് വെച്ചാൽ എന്താ അമ്മായി? ഓ ഒലക്ക, നീ അധികം കളിക്കല്ലേ. മര്യാദക്ക് പറഞ്ഞോ. 2 ദിവസമായി അങ്ങേർക്ക് ചില ചുറ്റിക്കളി. ഇക്ക വെറും പാവ അമ്മായി, ചുമ്മാ ഇക്കയെ സംശയിക്കണ്ട. അല്ല, അമ്മയോട് ഇതൊക്കെ ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ലടാ, ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടതാ. ചില ആണുങ്ങൾക്കെല്ലാം അവിടെ വേറെ സെറ്റപ്പ് ഉണ്ടാവുമെന്ന്. ആ, അതമ്മായി പറഞ്ഞത് ശരിയാ. ഇവിടെ കുറേ പേർക്കുണ്ട്. ആണല്ലേ? വെറുതെ അല്ല ഈ കിഴങ്ങന്മാരൊന്നും നാട്ടിലേക്ക് വരാത്തത്. അല്ല അഷ്റഫേ, നിനക്കവിടെ വല്ല ചുറ്റിക്കളിയും ഉണ്ടോ? ഒന്ന് പോവമ്മായി, എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ കുട്ടിയല്ലേ. കുട്ടിയോ? നീയോ? പണ്ട് നിന്നെ എടുത്ത് നടക്കുമ്പോഴേ നിൻ്റെ കുഞ്ഞുലൊക്കെ കുത്തിക്കൊള്ളുന്നതൊക്കെ എനിക്കറിയായിരുന്നു. അന്നേ ഞാൻ വിചാരിച്ചതാ വലുതായാൽ നിന്നെ ഒന്ന് പിടിച്ചാൽ കിട്ടില്ലെന്ന്. ഈ അമ്മായി ഓരോന്ന് പറഞ്ഞ നാണം കെടുത്തല്ലേ. അതൊക്കെ പണ്ടല്ലേ. പണ്ടങ്ങനെ. അപ്പോൾ ഇപ്പോൾ എന്തായിരിക്കും? സത്യം പറയാലോ അഷ്റഫേ, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. സത്യം അമ്മായി, ഞാൻ ഡീസൻ്റാ. അല്ല അമ്മായി, അമ്മായിക്ക് എന്താ ഇത്രയും കാലം തോന്നാത്ത സംശയം ഇപ്പോൾ തോന്നാൻ? ഇക്ക വല്ലതും പറഞ്ഞോ? എടാ, ഇത്രയും കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്ക വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇക്കയുടെ ഫോട്ടോ വെച്ചത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്റ്റാറ്റസ് വെച്ച് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാലേ ഇന്നലെ മുതൽ ഇക്കയുടെ DPയും സ്റ്റാറ്റസും നീ കണ്ടോ? അത് ശരിയാണല്ലോ. ഞാനും അപ്പോഴേ വിചാരിച്ചതാ ഇക്കാക്ക് ഇതെന്ത് പറ്റിയെന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ സംശയിക്കാൻ കാരണം എന്താണെന്ന്? അമ്മായി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എപ്പോഴാ ഓരോരുത്തരുടെ മനസ്സ് മാറുന്നതെന്ന് അറിയില്ലല്ലോ. അമ്മായി ഒരു കാര്യം ചെയ്, എപ്പോഴും വിളിച്ചോണ്ടിരുന്നോ. പിന്നെ സാധാ കോള് ചെയ്യണ്ട, വീഡിയോ കോൾ ചെയ്താൽ മതി. റൂമിലോ കടയിലല്ലാതെ എവിടെ കണ്ടാലും അപ്പോൾ റൂമിലേക്ക് പോകാൻ പറയണം. പുറത്ത് കറങ്ങി നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കെണിയിലെല്ലാം പോയി ചാടുന്നത്. അത് നല്ല ഐഡിയ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. പിന്നെ ആരും ചോദിക്കാനില്ലെന്ന് കരുതി അങ്ങനെ വല്ല പരിപാടിക്കും പോയാലുണ്ടല്ലോ, നിന്റെ കാല് ഞങ്ങൾ തല്ലി ഓടിക്കും. ഇനി പറഞ്ഞില്ലെന്ന് പറയണ്ട. ഇല്ലമ്മായി, ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല. എന്നാ നിനക്ക് കൊള്ളാം. ഞാൻ അങ്ങേർക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് അമ്മായി ഫോൺ കട്ട് ചെയ്ത് പോയി. ഇനിയുള്ള കാര്യങ്ങൾ അമ്മായി നോക്കിക്കോളും. കറക്റ്റ് സമയത്താണ് അമ്മായി വിളിച്ചത്. സത്യം പറഞ്ഞാൽ അമ്മായിപ്പോലൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഞാനൊന്നും ഗൾഫിലേക്ക് വരില്ലായിരുന്നു. ഉപ്പിലിട്ട് വെച്ച് കിടന്നുറങ്ങാമായിരുന്നു. സമയം വീണ്ടും കടന്നുപോയി. അമ്മാവൻ കടയിലേക്ക് വരാൻ സമയമായി. പക്ഷെ അമ്മാവനെ കാണുന്നില്ല. ഞാൻ വേഗം ഫോണെടുത്ത് ഒന്ന് വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അമ്മാവൻ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ 3-4 തവണ വിളിച്ചു നോക്കി. പക്ഷേ കാര്യമുണ്ടായില്ല. സാധാരണ കറക്റ്റ് സമയത്ത് വരുന്ന ആളാ. മിക്കവാറും അയാളും ഭാര്യയും വന്നിട്ടുണ്ടാവും. അവളെ വീഴ്ത്താൻ അവളുടെ പിന്നാലെ നടക്കുന്നുണ്ടാവും. ആ തിണ്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷം വന്നാൽ പോരായിരുന്നു. എനിക്കതെല്ലാം ഓർത്ത് വട്ടുപിടിച്ചു. അമ്മാവൻ വരുന്നതും കാത്തിരുന്ന് എനിക്ക് വിശക്കാൻ തുടങ്ങി.
കടയിലുള്ള ബണ്ണും ബിസ്ക്കറ്റും തിന്ന് ഞാൻ വിശപ്പടക്കി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചു നോക്കി. അപ്പോൾ ബിസി കാണിക്കുന്നു. ഞാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ അമ്മാവൻ പെട്ടെന്ന് കോളെടുത്തു. ഡാ, ഞാൻ ഇപ്പോൾ വരാം, ഒരു 10 മിനിറ്റ്. അമ്മാവ, എനിക്ക് വിശക്കുന്നു, ഒന്ന് വേഗം വാ. എടാ, നീ അവിടെയുള്ള എന്തെങ്കിലും എടുത്ത് കഴിക്ക്, അപ്പോഴേക്കും ഞാൻ അവിടെ എത്തിയേക്കാം. ഓഫ്, ഇനി സോപ്പ് മാത്രമേ കഴിക്കാൻ ബാക്കിയുള്ളൂ. നിങ്ങളിത് എവിടെയാ? എടാ, അയാളും ഭാര്യയും വന്നിട്ടുണ്ട്, ഞാൻ അവരെ ഒന്ന് സഹായിക്കാം. ഷേ, അവരെത്തിയോ? ആ, എത്തി. എന്താടാ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. അമ്മായി വിളിച്ചിരുന്നോ നിങ്ങളെ? ആ, വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചിരുന്നല്ലേ? ആ, വിളിച്ചിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇനിയുള്ളതെല്ലാം അവർ നോക്കിക്കോളും. എടാ, അത് മോശമല്ലേ? ഞാൻ ഈ വാഷിംഗ് മെഷീൻ കൂടി എടുത്തു കൊടുത്തിട്ട് വരാം. ആ, എന്തെങ്കിലും കാണിക്ക്. എനിക്ക് ദേഷ്യം കയറി ഞാൻ വേഗം കോൾ കട്ട് ചെയ്തു. എങ്ങനെയെങ്കിലും ഒരടുപ്പുണ്ടാക്കാമെന്ന് വെച്ചതാ, ഇയാൾ എല്ലാം നശിപ്പിച്ചു. ഈ അമ്മായി ഇതെന്ത് പണിയാ കാണിച്ചേ? വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തില്ലേ? എന്തായാലും അമ്മാവൻ അങ്ങനെ ഉണ്ടാക്കണ്ട. അമ്മായിയെ വിളിച്ച് വീഡിയോ കോൾ ചെയ്യാൻ പറയാം. ഞാൻ വേഗം ഫോണെടുത്ത് അമ്മായിയെ വിളിച്ചു. എന്താടാ ആഷിറേ, നീ ഉറങ്ങിയില്ലേ? ഉറങ്ങാനോ? ഞാൻ കടയിലാ അമ്മായി. ഇക്കെപ്പോഴും വന്നില്ലേ? ഞാൻ കടയിലേക്ക് പോവാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അതിന് അമ്മായി വീഡിയോ കോൾ ചെയ്ത് നോക്കിയായിരുന്നോ? ആടാ, ഞാൻ വീഡിയോ കോളാണ് ചെയ്തത്. ഇക്കയുടെ സ്നേഹിതൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. സ്നേഹിതനോ? അതാര്? ചുമ്മാ പറയാ അമ്മായി, അതിക്കയുടെ സ്നേഹിതനൊന്നും അല്ല. അതൊന്നും എനിക്കറിയില്ല. വീഡിയോ കോളിൽ എനിക്കൊരാളെ കാണിച്ചു തന്നു. അവൻ റൂം മാറി നിങ്ങളുടെ റൂമിനടുത്തേക്ക് വരികയാണെന്നും ഇക്കവനെ സഹായിക്കുകയാണെന്നുമാണ് എന്നോട് പറഞ്ഞത്. ഒരാളെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരെയും കാണിച്ചില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ലല്ലോ, ഒരാൾ മാത്രം ഉള്ളെന്നാ എന്നോട് പറഞ്ഞത്. കൊള്ളാം. എന്താടാ, എന്താ പ്രശ്നം? വല്ലതുണ്ടെങ്കിൽ എന്നോട് പറ. ഏയ്, ഒന്നുമില്ല. ഞാൻ അറിഞ്ഞത് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടെന്നാണ്. ഇനി ചിലപ്പോൾ ഭാര്യ വന്നു കാണില്ല. അല്ലമ്മായി, മോനിൻ്റെ റിസൾട്ട് വന്നോ? ഇല്ലടാ, 2 ദിവസം കൂടി കഴിഞ്ഞ് വരും. അല്ല, നീ വരുന്നുണ്ടെന്ന് നിൻ്റെ ഉമ്മ പറഞ്ഞത് ശരിയാണോ? ഉമ്മ പറഞ്ഞോ? ഉമ്മ അത് എങ്ങനെ അറിഞ്ഞു? ആ, എനിക്കറിയില്ല. നീ പിന്നെ നമുക്കൊന്നും വിളിക്കില്ലല്ലോ. അല്ല, ആരാ വരുന്നത്? നീയാണോ ഇക്കയാണോ? അതമ്മായി, എനിക്കൊന്ന് വരണമെന്നുണ്ട്. ചിലപ്പോൾ ഞാനായിരിക്കും വരുന്നത്. നീ ഇപ്പോൾ എന്തിനാ വരുന്നത്? നിനക്കിവിടെ പെണ്ണും പിടക്കൊഴിയുന്നില്ലല്ലോ. നീ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇക്ക വന്നോട്ടെ, അമ്മായി പറഞ്ഞു. ഓ, ഇക്ക വന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ? എനിക്ക് ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ട്. ഇക്കക്ക് റൂമിലിരിക്കാനല്ലേ, ഞാനേ വരൂ. ആര് പറഞ്ഞു ഇക്കൊന്നും ചെയ്യാനില്ലെന്ന്? ഞാനില്ലേ ഇവിടെ? അമ്മായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അതിനു വേണ്ടി കാത്തിരിക്കുകയാണല്ലേ? ഞാനും ചിരിച്ചുകൊണ്ട് അമ്മായിയോട് ചോദിച്ചു. പിന്നെ അല്ലാതെ, ഞാനും ഒരു പെണ്ണല്ലേടാ. പോയിട്ടിപ്പോൾ 6-7 മാസമായി. എത്രാന്ന് വെച്ചിട്ടാ ഓരോന്നും വെച്ച് കാര്യം നടത്തുന്നത്? എനിക്ക് മടുത്തു. എന്തമ്മായി, എന്താ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ലടാ. ആ, ഞാൻ കേട്ടു. തൽക്കാലം അമ്മായി വിഷമിക്കണ്ട, ഞാൻ വരുന്നില്ല. എന്നെ കാത്തിരിക്കാനും എന്നെ കാണാനും അവിടെ ആരുമില്ല. ഞാൻ ഇക്കയെ തന്നെ വിട്ടോളാം. ഏയ്, അത് വേണ്ടടാ. നിനക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ തന്നെ വന്നോ. വേണ്ടമ്മായി, ഇക്ക തിരിച്ചു വന്നിട്ട് ഞാൻ വന്നോളാം. നിങ്ങളുടെ കാര്യം നടക്കട്ടെ, അതല്ലേ വലുത്. എടാ, ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് നീ ഒന്നും വിചാരിക്കണ്ട. ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ എന്നെപ്പോലുള്ള ഓരോ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർ അറിയാതെ എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു. നിനക്കത് അറിയോ? അതോർത്തപ്പോൾ ഒന്ന് പറഞ്ഞു പോയതാ. ഏയ്, അത് കുഴപ്പമില്ല അമ്മായി, എനിക്ക് മനസ്സിലായി. ഞാനും ചില സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം. എന്തവസ്ഥകൾ? അത് പിന്നെ ഭർത്താക്കന്മാർ നാട്ടിലില്ലാത്ത ടൈമിൽ ചില ഭാര്യമാരുടെ കള്ളക്കളികൾ. ആ, ഇപ്പോഴേ അറിഞ്ഞു വെച്ചോ. കല്യാണം കഴിയുമ്പോൾ ഇതെല്ലാം മറക്കാതിരുന്നാൽ മതി. അല്ലടാ, ഏത് സിനിമയിലാ നീ അത് കണ്ടത്? ഏതാ പടം? കൊള്ളാവോ? അത് ഞാൻ മറന്നു അമ്മായി. ഒന്ന് ഓർത്ത് നോക്ക്.
ഞാനിന്ന് ഏത് സിനിമ കാണുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നീ ആ സിനിമയുടെ പേര് പറ, എനിക്കതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാനാ. അയ്യോ അമ്മായി, ഞാൻ ആ സിനിമയുടെ പേര് മറന്നു. എന്നാ ആരൊക്കെ അഭിനയിച്ചെന്നെങ്കിലും പറയടാ, ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ, ആകെ കുടുങ്ങിയല്ലോ. ഞാൻ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് കണ്ടത്. അതെങ്ങനെ ഇപ്പോൾ അമ്മായിയോട് പറയും? അമ്മായി ആണെങ്കിൽ അതൊന്നും വിടുന്നുമില്ല. ഹലോ, എന്താടാ നിനക്ക് പറയാനൊരു മടി? വല്ല കളർ വീഡിയോ വല്ലതും ആണോ? അമ്മായി സംശയത്തോടെ എന്നോട് ചോദിച്ചു. അത് പിന്നെ അമ്മായി, ആണെന്ന് തോന്നുന്നു. നിന്റെ വെപ്രാളവും കാര്യങ്ങളും കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ? കൊള്ളാം. അമ്മായി പ്ലീസ് ഒന്നും വിചാരിക്കരുത്. എൻ്റെ ഒരു ഫ്രണ്ട് വാട്സപ്പിൽ അയച്ചപ്പോൾ അറിയാതെ ഒന്ന് തുറന്ന് കണ്ടതാ. അയ്യേ, നീ എന്തിനാ ആശ്രയ ഇങ്ങനെ പേടിക്കുന്നത്? ഇതെല്ലാം ഇപ്പോൾ എല്ലാവരും കാണുന്നതല്ലേ. ഡാ, നീ വിശന്ന് ചത്തോ? കടയുടെ മുന്നിൽ തൂക്കിയ കവർ നീക്കിക്കൊണ്ട് അമ്മാവൻ ചോദിച്ചു. അമ്മായിയോട് ഒന്നും പറയാതെ ഞാൻ വേഗം കോള് കട്ട് ചെയ്തു. ഡാ, നീ പൊക്കോ, പിന്നെ കുറച്ച് വൈകി വന്നാൽ മതി. ചെറിയ ദേഷ്യം മുഖത്ത് കാണിച്ചുകൊണ്ട് ഞാൻ കടയിൽ നിന്നും ഇറങ്ങി റൂമിലേക്ക് നടന്നു. ഷേ, അമ്മായി എന്നെപ്പറ്റി എന്ത് വിചാരിച്ചു കാണും? പറയണ്ടായിരുന്നു. ഇനി ഇതൊക്കെ അമ്മായി അമ്മാവനോട് പറയുമോ? ഞാൻ അതും ഓർത്ത് റൂമിലേക്ക് നടന്നു. റൂമിനടുത്തെത്തിയപ്പോൾ ഞാൻ അവരുടെ റൂമിലേക്ക് ഒന്ന് എത്തി നോക്കി. കഥകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. വിശപ്പിൻ്റെ ഉൾവിളിയിൽ ഞാൻ പിന്നെ അധികം അവിടെ നിന്നില്ല. വേഗം റൂമിലേക്ക് പോയി അമ്മാവൻ ഉണ്ടാക്കി വെച്ച ചോറും ചിക്കൻ കറിയും കഴിച്ചു. കുറച്ചു നേരം ടി വി വെച്ച് വേറെ എന്തൊക്കെയോ ഓർത്തിരുന്നു. പെട്ടെന്ന് ഫോണിൽ ഒരു മിസ് കോൾ വന്നു. അതും ചെറിയൊരു മിസ് കോൾ. റിംഗ് ടോൺ കേട്ടതും അപ്പോൾ തന്നെ കട്ടായി. ടേബിൾ വെച്ച ഫോൺ ഞാൻ എടുത്തു നോക്കി. ഇത് അമ്മായി ആണല്ലോ. അമ്മായി എന്തിനാ ഇത്ര ചെറിയ മിസ് കോൾ അടിച്ചു പോയത്? തിരിച്ച് വിളിക്കണോ വേണ്ടിയെന്ന് ഞാൻ കുറേ തവണ ആലോചിച്ചു. തൽക്കാലം ഇപ്പോൾ വിളിക്കണ്ട, നേരത്തെ പറഞ്ഞതെല്ലാം അമ്മായി മറക്കട്ടെ, എന്നിട്ട് വിളിക്കാം എന്ന് ഞാനും വിചാരിച്ചു. എന്തായാലും അമ്മായിയോട് സംസാരിച്ചിരിക്കാൻ നല്ല രസം. കോള് കട്ട് ചെയ്യാനേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു, ഒന്നവരുടെ അടുത്തേക്ക് പോയി നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഒന്നുറങ്ങിയേക്കാം. നേരത്തെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകാം. അതാകുമ്പോൾ അവരും ചിലപ്പോൾ ആ സമയം പുറത്തുണ്ടാകും. ആ ഐഡിയയും പ്ലാൻ ചെയ്ത് അലാറം വെച്ച് ഞാൻ കിടന്നുറങ്ങി. സാധാരണ 7 മണിക്ക് കടയിൽ പോകുന്ന എനിക്ക് ഇന്ന് 8 മണിക്ക് പോയാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ സെറ്റ് ചെയ്ത അലാറം കറക്റ്റ് 6 മണിക്ക് തന്നെ അടിച്ചു. ഉറക്കം പോയിട്ടില്ലെങ്കിലും അവളെ കാണാനും സംസാരിക്കാനുമായി ഞാൻ വേഗം എഴുന്നേറ്റ് ഫ്രഷായി അവരുടെ റൂമിലേക്ക് നടന്നു. ഫ്രണ്ടിലെ വാതിൽ ചാരി വെച്ചിരിക്കുന്നു. ഞാൻ ചെന്ന് പതിയെ ആ കതക് തട്ടി വിളിച്ചു. എൻ്റെ വിളി കേട്ട് ആ സുന്ദരി കതക് തുറന്ന് പുറത്തേക്ക് വന്നു. എന്നെ കണ്ടതും കയ്യിലുള്ള ഫോൺ ഓഫ് ചെയ്ത് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ഭർത്താവ് എവിടെ? ഞാൻ അവളോട് ചോദിച്ചു. അത് എന്തോ സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോയതാ. അവൾ ചുമരിൽ ചാരി നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു. പണിയെല്ലാം കഴിഞ്ഞോ? എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ കടയിലായിരുന്നു. ആ, മുന്നേ പറഞ്ഞു. പിന്നെ നിന്റെ മുതലാളിയും പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൾ ഭർത്താവിനെ മുന്നേ എന്നാണ് വിളിക്കുന്നതെന്ന്. ഞാൻ ചുമ്മാ റൂമെല്ലാം ഒന്ന് നോക്കിക്കണ്ടു. അപ്പോഴേക്കും അവൾ കിച്ചണിലേക്ക് പോയി എനിക്കൊരു ഗ്ലാസ് അണ്ടിപ്പരിപ്പും പഴവും ഇട്ട് അടിച്ച ഒരു ജ്യൂസുമായി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനത് വാങ്ങി കുടിക്കാൻ തുടങ്ങി. സത്യം പറയാലോ, ഒടുക്കത്തെ ടേസ്റ്റ്. വേറെ എന്താണ് അവളതിൽ ചേർത്തതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. ഇനി ചിലപ്പോൾ അവളെയും കണ്ടുകൊണ്ട് കുടിക്കുന്നുകൊണ്ടാണോ ഇത്രയും ടേസ്റ്റെന്ന് എനിക്ക് തോന്നിപ്പോയി. എല്ലാം ഒതുക്കി കഴിഞ്ഞോ? ഞാൻ ചോദിച്ചു. ആ, എല്ലാം കഴിഞ്ഞു. പക്ഷേ റൂമിലെ ഫാൻ ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അവൾ നിരാശയോടെ പറഞ്ഞു. അതിന് ഫാനിൻ്റെ ആവശ്യമുണ്ടോ? AC ഇല്ലേ? അത് പിന്നെ ഫാനിൻ്റെ സൗണ്ട് ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അപ്പോൾ നമുക്ക് മാത്രമല്ലല്ലേ ഈ പ്രശ്നം, എല്ലാവർക്കും ഉണ്ടല്ലേ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചിരി കണ്ട് അവളും ചിരിക്കാൻ തുടങ്ങി. ചിരിക്കുമ്പോൾ അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ ആ ഫോട്ടോ കയറി വരുന്നുണ്ടെങ്കിലും അതൊന്നും ഞാൻ മുഖത്ത് കാണിക്കാതെ ഇരുന്നു. ഭാര്യ നാട്ടിലാണോ? അവൾ
എന്നോട് ചോദിച്ചു. ഭാര്യയോ? എന്നെ കണ്ട കല്യാണം കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടില്ലേ? എന്നെ കണ്ട കല്യാണം കഴിഞ്ഞ തോന്നുന്നുണ്ടോ? അത് പറ. ആ, തോന്നുന്നുണ്ട്. ആ, അത് നീ പാകിസ്ഥാനി ആയതുകൊണ്ട് തോന്നുന്നതാ. ഞങ്ങൾക്ക് കെട്ടണമെങ്കിൽ 25-30 വയസ്സാകണം. അപ്പോൾ നിനക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോൾ 24. നിങ്ങൾക്കോ? എൻ്റെ ചോദ്യം കേട്ടതും അവൾ സങ്കടത്തോടെ തല താഴ്ത്തി. എന്താ, എന്തു പറ്റി? ഞാൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, അവൾ പറഞ്ഞു. എന്താ, വയസ്സ് പറയാൻ മടിയാണോ? എന്നാ വേണ്ട, ഞാനിനി ചോദിക്കുന്നില്ല. ഏയ്, മടിയൊന്നുമില്ല, എനിക്കിപ്പോൾ 29 വയസ്സ്, അവൾ പറഞ്ഞു. ഓ, 29. അപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് എത്ര വയസ്സുണ്ട്? ഞാൻ ചെറിയ നെട്ടലോടെ ചോദിച്ചു. അങ്ങേർക്ക് കുറച്ച് വയസ്സ് കൂടുതലാ. അതും പറഞ്ഞ് അവൾ താഴേക്ക് നോക്കി തട്ടം കൊണ്ട് മുഖം മറച്ചു. അയാൾക്ക് 50 വയസ്സുള്ള കാര്യം എനിക്ക് മുമ്പേ അറിയായിരുന്നു. എന്നാലും അത് അവളിൽ നിന്നും കേൾക്കാൻ എനിക്കൊരാഗ്രഹം. കുറച്ച് കൂടുതലെന്ന് പറഞ്ഞാൽ എത്രയാ? ഞാൻ വീണ്ടും ചോദിച്ചു. അവൾ ചെറിയ ചമ്മലോടെ പറഞ്ഞു, 50 ഏ, 50 വയസ്സോ? അതെന്താ അങ്ങനെ? ഞാൻ അതിശയത്തോടെ അവളോട് ചോദിച്ചു. അവളുടെ മുഖം ചുളുങ്ങി. അവൾ എന്നെ നോക്കാതെ പറഞ്ഞു, അത് ഞങ്ങളുടെ രാജ്യത്തെല്ലാം അങ്ങനെയാണ്. ഞങ്ങളുടെ ഉപ്പമാർ ഞങ്ങൾ ഓരോ കിളവന്മാർക്ക് കെട്ടിച്ചു കൊടുക്കും. പിന്നെ അവരെ താങ്ങി നടക്കണം. അതാണ് ഞങ്ങളുടെ വിധി. അവളത് പറഞ്ഞത് കേട്ട് എനിക്ക് സങ്കടം തോന്നി. എന്ത് പറയണമെന്നറിയാതെ ഞാൻ തല താഴ്ത്തിയിരുന്നു. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഇന്ത്യക്കാരായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. ആ, അല്ല, നീ എങ്ങനെ ഇവിടെ എത്തി? എവിടെ, ദുബായിലോ? ആ, അതെ. അത് അയാളാ എന്നിങ്ങോട്ട് കൊണ്ടുവന്നേ. അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോളിഷ് ചെയ്ത് കൊടുക്കണ്ടേ, അതിനല്ലേ പറ്റൂ. അവൾ മുഖം തിരിച്ച് ദേഷ്യം ഉള്ളിലൊതുക്കി എന്നോട് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് കുട്ടികളൊന്നുമില്ലേ? ഞാനത് ചോദിച്ചതും പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേട്ട് അവൾ പുറത്തേക്ക് പോയി നോക്കി. ആ, നീ ഇവിടെ ഉണ്ടോ? ഞാൻ കടയിൽ പോയിരുന്നു. നിന്റെ മുതലാളി പറഞ്ഞു നീ റൂമിൽ പോയെന്ന്. ആ, ഞാൻ റൂമിലായിരുന്നു. എപ്പോഴാണ് വന്നത്? അപ്പോഴേക്കും നിങ്ങളെല്ലാം ഒതുക്കി വച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എൻ്റെ സഹായം ആവശ്യമില്ലല്ലോ. ആര് പറഞ്ഞു നിന്റെ സഹായം വേണ്ടെന്ന്? ഇനി എന്നും നിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വരും. ആ, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും നീ ഇപ്പോൾ വന്നത് നന്നായി. നമുക്കൊരു ഫാൻ ഫിറ്റ് ചെയ്യാനുണ്ട്. എന്നെക്കൊണ്ട് എന്തായാലും കയറാൻ വയ്യ. നീ ഒന്ന് കയറി അതൊന്ന് വെച്ച് തരണം, അയാൾ എന്നോട് പറഞ്ഞു. ആ, അതിനെന്താ, എവിടെ ഫാൻ? വാ. അയാൾ എന്നെയും വിളിച്ച് അവരുടെ റൂമിലേക്ക് നടന്നു. റൂമിൽ ചെന്ന് ഞാൻ കണ്ടത് അയാളുടെയും അവളുടെയും വസ്ത്രങ്ങൾ ബെഡിൽ പരന്ന് കിടക്കുന്നതാണ്. അതിൽ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ നോക്കുന്നത് കണ്ട് അവൾ ഓടി വന്ന് എൻ്റെ മുന്നിൽ നിന്നും അതെല്ലാം എടുത്ത് മാറ്റി. അയാൾ അപ്പോൾ ബോക്സിൽ നിന്നും ഫാൻ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഒരു കള്ളച്ചിരിയോടെ അവൾ അതെല്ലാം എടുത്ത് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോയി. ആ ചിരി കണ്ടപ്പോഴാണ് എൻ്റെ ബൾബ് കത്തിയത്. അവൾ വെറുതെ ചിരിച്ചതല്ല, എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. അതാണ് ആ ചിരിയിൽ എനിക്ക് മനസ്സിലായത്. ഒരുപക്ഷെ പുതിയ വീട്ടിൽ ഫസ്റ്റ് മാച്ച് നടന്നിട്ടുണ്ടാവും. അതിൻ്റെ തെളിവാണ് അവൾ നശിപ്പിച്ചത്. അവളുടെ നാണത്തോടെയുള്ള ചിരി തന്നെ എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട്. ആൾ വയസ്സനാണെങ്കിലും ഗ്രൗണ്ട് റെഡിയാവും മുമ്പ് ട്രയൽ നടത്തി. കൊള്ളാം, അയാളുടെ ഒരു ഭാഗ്യം, ഞാൻ മനസ്സിലോർത്തു. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി കോണി എടുത്തിട്ട് വരാം. അയാൾ അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഞാൻ നോക്കുമ്പോൾ അവളെ അവിടെയൊന്നും കാണുന്നില്ല. ഇവളാ ഡ്രസ്സും കൊണ്ട് എവിടെ പോയി? ഞാൻ പതിയെ ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി കിച്ചണിലേക്ക് നടന്നു. കിച്ചണിലെത്തി ഞാൻ കണ്ടത് അവളവിടെ എന്തോ കുക്ക് ചെയ്യുന്നതാണ്. ആ രംഗം ഒന്ന് കാണേണ്ടതായിരുന്നു. കുറച്ചു നേരം ഞാൻ അവിടെ നിന്നു. ആരോ പിന്നിൽ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞു നോക്കി. എന്നെ കണ്ട അവൾ ഒന്ന് നെട്ടി. എന്ത് പറയണമെന്നറിയാതെ ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കി നിന്നു. എന്താ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ എന്നോട് ചോദിച്ചു. അത് തുണിയുണ്ടോ?
എങ്ങനെയോ എൻ്റെ വായിൽ നിന്നും അത് ചാടി. ഏ, തുണിയോ? എന്ത് തുണി? അത് ഫാൻ തുടക്കാനാ, പഴയ തുണി മതി. ആ ഉണ്ട്, ഞാൻ എടുത്തു തരാം. അവൾ പോയി ഹോളിൽ കെട്ടിവെച്ച ചാക്കിൽ നിന്നും ഒരു പഴയ തുണി വലിച്ചെടുത്ത് എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഞാൻ ആ തുണി വാങ്ങി ഒരു തരി പോലും പൊടിയില്ലാത്ത ആ ഫാൻ തുടച്ചുകൊണ്ടിരുന്നു. അതിൽ പൊടിയൊന്നും ഇല്ലല്ലോ, ഞാനെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണല്ലോ. കോണിയുമായി റൂമിലേക്ക് കയറി വന്ന് അയാൾ ചോദിച്ചു. ശരിക്കും ചമ്മിപ്പോയൊരവസ്ഥയിലായിപ്പോയി ഞാൻ. മറുപടി പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും പറയാതെ ഫാനിൽ പൊടി തട്ടിക്കൊണ്ട് നിന്നു. അങ്ങനെ അയാൾ കോണി പിടിച്ചു തന്നു. ഞാൻ മുകളിൽ കയറി ഫാൻ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ആത്മാർത്ഥത അവൾ കാണുന്നുണ്ടോയെന്നറിയാൻ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് താഴേക്ക് നോക്കി. ഭാര്യയും ഭർത്താവും ഞാൻ ഫാൻ ഫിറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കാണ്. അവളുടെ ആ നിൽപ്പ് കണ്ട് കോണിയിൽ കയറി നിൽക്കുന്ന എൻ്റെ ആൾ ഉയർത്തെഴുന്നേക്കുമോ എന്നായിരുന്നു എൻ്റെ പേടി. വയസ്സനാണെങ്കിലും അയാളൊരു അടി അടിച്ചാൽ ഞാൻ അവിടെ കിടന്നുരുളും. അതാണ് അയാളുടെ പവർ. എല്ലാ നോട്ടവും ശ്രദ്ധയും മാറ്റി ഫാൻ ഫിറ്റ് ചെയ്യുന്നതിലേക്ക് മാത്രമായി ഞാൻ എൻ്റെ ശ്രദ്ധ തിരിച്ചത്. പെട്ടെന്ന് വീടിന് പുറത്തുനിന്ന് ആരുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അയാൾ വേഗം കോണിൽ നിന്നും പിടിവിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കി. കിട്ടിയ അവസരത്തിൽ ഞാൻ വീണ്ടും താഴേക്ക് നോക്കി. ചുമരിൽ ചാരി നിന്ന് അവൾ ഞാൻ നോക്കുന്നത് കണ്ട് എന്നോട് ചോദിച്ചു, കോണി ഞാൻ പിടിക്കണോ? അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. കോണിയിൽ പിടിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്നത് വിട്ടപ്പോൾ കോണി പിടിച്ചേരാൻ അവളോട് പറയാൻ ഞാൻ മറന്നുപോയി. പിടിക്കാൻ അറിയോ? ഞാൻ ചുമ്മാ ഒന്ന് തട്ടി നോക്കി. കോണി പിടിക്കാൻ അടുത്തേക്ക് വന്ന അവൾ എൻ്റെ ചോദ്യം കേട്ട് എന്നെ ഒന്ന് നോക്കി. നല്ലോണം മുറുക്കി പിടിക്കണേ, ഞാൻ പറഞ്ഞു. പിടിച്ചിട്ടുണ്ട്, അവൾ കോണിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സിമ്രാൻ, ഇങ്ങോട്ടൊന്ന് വന്നേ. പുറത്തുനിന്ന് അയാളുടെ വിളി ഞാൻ കേട്ടു. അപ്പോഴാണ് അവളുടെ പേര് സിമ്രാൻ എന്നാണെന്ന് ഞാൻ അറിയുന്നത്. അയാളുടെ വിളി കേട്ട് അവൾ അങ്ങോട്ടേക്ക് പോയി. ഷേ, ഈ തെണ്ടിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഒന്ന് സംസാരിച്ച് വരായിരുന്നു. ആരും പിടിക്കാനില്ലാതെ ഞാൻ ആ കോണിയിൽ നിന്നും ഫാൻ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. മുൻപ് താമസിച്ചവർ ഫാൻ ഊരിക്കൊണ്ടുപോയപ്പോൾ വയറ് വലിച്ച് ഊരിയെടുത്തെന്ന് തോന്നുന്നു. വാർപ്പിൻ്റെ ഉള്ളിൽ നിന്നും 2 ചെറിയ കഷ്ണം വയർ മാത്രമേ പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാൻ ഫിറ്റ് ചെയ്യാൻ ഞാൻ ശരിക്കും പാടുപെട്ടു. ഇതിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ എപ്പോഴും ഞാൻ ഇതിട്ടിട്ട് പോയാനേ. ഇതിപ്പോൾ അത് പറ്റില്ലല്ലോ. എന്നാലും ആ അമ്മാവൻ തണ്ടി ഇവിടെ വന്ന് എന്തെടുക്കായിരിക്കും? ഇതൊന്നും അയാൾ ചെയ്തു കൊടുത്തില്ലേ? പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നും കട്ടിംഗ് പ്ലെയർ താഴേക്ക് വീണു. അതിൻ്റെ സൗണ്ട് കേട്ട് എല്ലാവരും കൂടി റൂമിലേക്ക് ഓടി വന്നു. 2 പാകിസ്ഥാനികളും അവരുടെ ഭാര്യമാരും പിന്നെ ഒരു സുന്ദരി പെൺകുട്ടിയും. ഒരു 18 വയസ്സ് തോന്നിക്കും. എന്താ എന്താ ഒരു സൗണ്ട്? ആ കൂട്ടത്തിൽ നിന്നും അയാൾ ചോദിച്ചു. താഴെ കിടന്ന കട്ടിംഗ് പ്ലെയർ ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതെടുത്ത് തന്ന് അവരുടെ മുന്നിൽ വെച്ച് അയാൾ എന്നോട് ചോദിച്ചു, ഇത് വല്ലതും നടക്കോ? കുറേ നേരമായല്ലോ. അത് കേട്ടതും എനിക്കാകെ എന്തോ പോലെയായി. ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് ഇയാളെന്താ ഇങ്ങനെ പറയുന്നേ? നിനക്കറിയില്ലെങ്കിൽ നീ ഇങ്ങോട്ട് ഇറങ്ങ്, ദാ ഇവൻ ചെയ്തോളും, അയാൾ എന്നെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. കോണിയുടെ മുകളിൽ നിന്നും ഞാൻ ആകെ ഇല്ലാണ്ടായിപ്പോയി. താഴെ ചുറ്റിലും കുടവേർച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അതിൽ ആ 18 വയസ്സ് തോന്നിപ്പിക്കുന്ന പെൺകുട്ടി ഞാൻ എന്ത് ചെയ്തതുപോലെ മുഖം പൊത്തി ചിരിക്കാൻ തുടങ്ങി. ഡാ, നീ ആ കോണിയിൽ കയറി നിന്ന ഫാൻ കറങ്ങില്ല, നീ ഇങ്ങോട്ടിറങ്ങ്, നിങ്ങൾ ഇന്ത്യക്കാർക്ക് ഇതൊന്നും അറിയില്ല. അയാളത് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. കൂടെ വന്നവരും ആ ചിരിയിൽ കൂടി. ഞാൻ വിഷമത്തോടെ പതിയെ കോണിയിൽ നിന്നും താഴേക്കിറങ്ങി. താഴെ ഇറങ്ങിയ ഞാൻ പതിയെ അവളെ ഒന്ന് നോക്കി. എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കുമ്പോൾ അവൾ മാത്രം ചിരിക്കാതെ തല താഴ്ത്തി നിൽക്കുന്നു. ഞാൻ ഇറങ്ങിയ ഉടനെ വന്നതിലൊരുത്തൻ നേരെ കോണിയിൽ കയറി ഫാൻ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ ഇവനെ കയറ്റാൻ മതിയായിരുന്നു. തടി ഇളകാത്ത ഇവനെയൊന്നും കയറ്റണ്ടായിരുന്നു. 2 പേരെ കിട്ടിയ ധൈര്യത്തിൽ ആ തെണ്ടി അവിടെ നിന്നും വീണ്ടും ചിലക്കാൻ തുടങ്ങി. ദേഷ്യം പിടിച്ചു വെക്കാനാവാതെ ഞാൻ വേഗം അവിടെ നിറങ്ങി എൻ്റെ റൂമിലേക്ക് നടന്നു. തെണ്ടി, എല്ലാത്തിനും ഞാൻ വേണ്ടി വന്നു. അവനും അവൻ്റെ ഒരു കൂട്ടാളികളും. പിന്നെ മറ്റവളെ,
എന്തായിരുന്നു അവളുടെ ഒരു ചിരി! പൊട്ടിക്കണം രണ്ടിൻ്റെയും സീല്, എന്നിട്ടേ എനിക്ക് ഉറക്കമുള്ളൂ. ഞാൻ ദേഷ്യത്തോടെ റൂമിലേക്ക് ചെന്നു. റൂമിൽ വെച്ചിരുന്ന കുപ്പികളും പാത്രങ്ങളും കലണ്ടറുമെല്ലാം ഞാൻ വലിച്ചു വാരി എറിഞ്ഞു. വിടില്ല ഞാൻ അവന്മാരെ. രണ്ടിൻ്റെയും വയർ ഞാൻ വീർപ്പിച്ചു കൊടുക്കും. ദേഷ്യം കയറിയ എൻ്റെ മനസ്സിൽ പല പ്രതികാരങ്ങളും പൊട്ടിമുളച്ചു. കടയിൽ പോകാൻ നേരമായതുകൊണ്ട് ഞാൻ എല്ലാം മനസ്സിലൊതുക്കി കടയിലേക്ക് നടന്നു. കടയിലെത്തിയ എൻ്റെ മുഖം കണ്ട് അമ്മാവൻ എന്നോട് ചോദിച്ചു, എന്താടാ, എന്തു പറ്റി? നീ ഇന്ന് ഉറങ്ങിയില്ലേ? ഉറങ്ങി, ഞാൻ പറഞ്ഞു. ദേഷ്യം പിടിച്ച് പോയതുകൊണ്ട് അമ്മാവൻ്റെ വിചാരം ഞാൻ അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്നാണ്. നീ വേണമെങ്കിൽ കുറച്ചുകൂടി പോയി ഉറങ്ങിക്കോ, കടയിൽ ഞാൻ നിന്നോളാം. ഏയ് അതൊന്നും വേണ്ട, എൻ്റെ ഉറക്കമൊക്കെ പോയി. അല്ല, മറ്റവർ പൈസ തന്നോ നിങ്ങൾക്ക്? ഇല്ലടാ, 2 ദിവസം കഴിഞ്ഞ് തരാന്നാ പറഞ്ഞത്. പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെന്തെങ്കിലും കൊടുത്തോ? ഞാൻ ചോദിച്ചു. ഏയ് വേറെന്ത് കൊടുക്കാൻ, ഞാനൊന്നും കൊടുത്തിട്ടില്ല. എന്താടാ, എന്താ പ്രശ്നം? അമ്മാവൻ ചോദിച്ചു. ഒന്നുമില്ല, എന്തായാലും കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ട. മഹാ ഫ്രോഡുകളാ, വല്ലതും നടന്നിട്ട് ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത്. എന്താടാ, നിനക്കിത് എന്ത് പറ്റി? അവർ പാവങ്ങളാണല്ലോ. മനസ്സിലായിക്കോളും, നിങ്ങൾ പൊക്കോ. എടാ, നീ വേണമെങ്കിൽ പൊക്കോ, ഇനി കുറച്ച് നേരമല്ലേ, ഞാൻ നോക്കിക്കോളാം, അമ്മാവൻ പറഞ്ഞു. വേണ്ട, റൂമിലിരുന്നാൽ ശരിയാവില്ല, ഇക്ക തന്നെ പൊക്കോ, ഞാൻ പറഞ്ഞു. എൻ്റെ പെരുമാറ്റത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇക്കാക്ക് മനസ്സിലായി. അങ്ങനെ അമ്മാവൻ റൂമിലേക്ക് പോയി. എൻ്റെ ദേഷ്യം എനിക്ക് അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു സമാധാനത്തിന് നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട് റാഫിയെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ ഓരോന്നായി അവനോട് പറഞ്ഞു. അവൻ ഓരോന്ന് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്താൻ നോക്കി. പക്ഷേ എൻ്റെ ഉള്ളിലെ തീ ആളിക്കൊണ്ടിരുന്നു. 4 ആളെ കണ്ടപ്പോൾ അവൻ്റെ ഒരു പട്ടിഷോ എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. എടാ, നീയൊന്നടങ്ങ്, അവനുള്ള പണി നമുക്ക് കൊടുക്കാം, റാഫി എന്നോട് പറഞ്ഞു. വേണ്ട, ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തോളാം. അവനും അവൻ്റെ ഒരു ഭാര്യയെ നോക്കിക്കോ നീ. അവളെ ഞാൻ പറയുന്ന പോലെ നടത്തും. പിന്നെ മറ്റവളുണ്ടല്ലോ, അവളെയും ഞാൻ കരയിപ്പിക്കും. എടാ ഹാഷിറെ, നീ വേണ്ടത്ത പണിക്കൊന്നും പോകണ്ടട്ടോ. അത് കേരള അല്ല, ദുബായാ. ആരെങ്കിലും അറിഞ്ഞാൽ നല്ല മുട്ടം പണി കിട്ടും, അവൻ പറഞ്ഞു. ആരറിയാൻ, അവളൊന്നും ആരോടും പറയില്ല. അതിനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആവശ്യം വരുമ്പോൾ ഞാനതങ്ങ് ഇറക്കും. എന്താടാ അത്, നീ എന്നോടത് പറഞ്ഞില്ലല്ലോ? അതൊക്കെ ഉണ്ട് മോനെ, എൻ്റെ കാല് ഞാൻ അവനെ കൊണ്ട് പിടിപ്പിക്കും, നീ നോക്കിക്കോ. അതെന്താടാ സംഭവം, എന്നോടൊന്ന് പറയടാ, അവൻ എന്നെ നിർബന്ധിച്ചു. നോക്ക്, ഞാനിപ്പോൾ നിൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ആ, 1 മിനിറ്റ് നോക്കട്ടെ. ഡാ, ഇതാരാടാ? അവൻ ആ ഫോട്ടോ കണ്ട് നെട്ടി തിരിച്ചെന്നോട് ചോദിച്ചു. ഇതാടാ അവൻ്റെ ഭാര്യ സിമ്രാൻ. എങ്ങനെയുണ്ട്? ഹോ, എൻ്റെ മോനെ പൊളി. വെറുതെ അല്ല നീ പിന്നാലെ പോയത് അല്ലേടാ? ഡാ, അത് ഡിലീറ്റ് ചെയ്തേക്ക്, ആരെങ്കിലും കാണും. അല്ലെങ്കിൽ വേണ്ട, നീ വെച്ചോ. ഇന്ന് ഒരു സ്പെഷ്യൽ റോക്കറ്റ് അങ്ങ് വിട്ടോ, ഞാൻ പറഞ്ഞു. ആടാ സത്യം, ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. ഇപ്പം പോയാൽ കൊല്ലും ഞാൻ നിന്നെ. ഞാനൊരു സമാധാനത്തിനാണ് നിന്നെ വിളിച്ചത്. നീ അതിൻ്റെ ഇടയിലൂടെ സമാധാനം ഉണ്ടാക്കാൻ പോവണ്ട, ഞാൻ പറഞ്ഞു. അല്ലടാ, ഇതൊക്കെ നിനക്കെങ്ങനെ കിട്ടി? അതൊക്കെ കിട്ടി, ഇനിയും എന്തൊക്കെ കിട്ടാൻ കിടക്കുന്നു. ഡാ, എനിക്കും തരണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫ്രഷ് ഐറ്റത്തെ കാണുന്നത്. എടാ തെണ്ടി, ഞാൻ നിന്നെ വിളിച്ചത് നിനക്ക് വകയുണ്ടാക്കി തരാനല്ല, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. അതിന് ഒരു ഐഡിയ പറഞ്ഞ് തരാനാ, കേട്ടോടാ, ഞാൻ പറഞ്ഞു. എടാ, അതിന് ഞാനിപ്പോൾ എങ്ങനെയാ ഇവിടെ നിന്ന് പറയാ? നീ ഒരു കാര്യം ചെയ്, ഇനി അയാൾ കടയിലേക്ക് വരുമ്പോൾ ഒന്നും നടക്കാത്ത പോലെ നിൽക്ക്. അയാൾക്ക് ഒരു സംശയം കൊടുക്കാൻ പാടില്ല. ഇല്ലടാ, അതെന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് അവരോട്. ഞാനിനി അയാളെ കണ്ടാൽ അടിച്ചു പോകുമോ എന്നാണ് എൻ്റെ പേടി, ഞാൻ പറഞ്ഞു. എടാ, നീ ഒന്നടങ്ങ്. നീ എന്തിനാ അയാളോട് കൂട്ടുകൂടിയത്? അതിനല്ലേ? അപ്പോൾ നിനക്കത് വേണ്ടേ? നീ അയാളെ അടിക്കാൻ പോയാൽ അതും കിട്ടില്ല, പ്രതികാരവും ചെയ്യാൻ പറ്റില്ല. നീ ഞാൻ പറയുന്ന പോലെ കേൾക്ക്. അയാളിനി കടയിലേക്ക് വരികയാണെങ്കിൽ നീ അവിടെ നടന്നൊന്നും പറയണ്ട,
മുമ്പത്തെ പോലെ സംസാരിച്ച് നിൽക്ക്. അയാളും നല്ലതുപോലെയാണെങ്കിൽ വീണ്ടും ആ വീട്ടിൽ കയറി പറ്റാൻ നോക്ക്. എന്നിട്ട് നൈസായിട്ട് അവളെയും പിന്നെ അവളുടെ മറ്റവളെയും വളക്ക്. ആടാ, അതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷേ ഇന്ന് രാത്രി എങ്ങനെ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ തല വെട്ടിപ്പൊളിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു. കയ്യിൽ ആ ഫോട്ടോ ഇല്ലേടാ. ഭാവിയിൽ നടക്കാനുള്ളതെല്ലാം ഓർത്ത് അങ്ങ് വീശ്. അതങ്ങ് പോകുമ്പോൾ എല്ലാം ശരിയാകും. അങ്ങനെ റാഫി പറഞ്ഞത് കേട്ട് ഞാനങ്ങ് അടങ്ങി. കടയിൽ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കോള് കട്ട് ചെയ്ത് കടയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദേഷ്യമെല്ലാം തിളച്ച് കയറിയിട്ടും കസ്റ്റമേഴ്സിനെ വെറുപ്പിക്കാതിരിക്കാൻ ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു. എൻ്റെ ദേഷ്യം കണ്ടുകൊണ്ട് പോയതുകൊണ്ടാണോന്ന് അറിയില്ല, അമ്മാവൻ നേരത്തെ കടയിലേക്ക് വന്നു. ഡാ, നീ പൊക്കോ, പോയൊന്ന് നല്ലോണം കിടന്നുറങ്ങ്. വെറുതെ ഫോണിൽ കുത്തി കിടക്കണ്ട. കണ്ണും മുഖവുമെല്ലാം ഉറങ്ങാത്തത് കൊണ്ട് ഒരുമാതിരി ആയിട്ടുണ്ട്. അമ്മാവൻ പറഞ്ഞത് കേട്ട് ഞാനൊരു പാക്കറ്റ് കുപ്പൂസും എടുത്ത് റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ മുന്നിലെത്തിയ ഞാൻ പതിയൊന്ന് അങ്ങോട്ടേക്ക് നോക്കി. റൂമിൻ്റെ പുറത്തായി അവരെല്ലാവരും സംസാരിച്ച് നിൽക്കുന്നു. തിരിച്ചു പോകാനുള്ള നിൽപ്പാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും എന്തോ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന കണ്ട് എനിക്ക് വീണ്ടും ദേഷ്യം കയറി. ദേഷ്യമടക്കി ഞാൻ അവർ കാണാതെ എൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തി എനിക്ക് വീണ്ടും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. മൈൻഡൊന്ന് മാറ്റാൻ വേണ്ടി TV ഓൺ ചെയ്ത് ഞാനൊരു സിനിമ വെച്ചു. കുറച്ചു നേരം എല്ലാം മറക്കാനായി ഞാൻ TV-യിലേക്ക് തന്നെ നോക്കിയിരുന്നു. പല ഐഡിയകളും മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ദേഷ്യമെല്ലാം മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചെനിക്ക് തെറ്റി. രാവിലെ എഴുന്നേറ്റെൻ്റെ മനസ്സ് മുഴുവൻ അയാളോടും ആ കിളന്ത പെണ്ണിനോടുമുള്ള ദേഷ്യമായിരുന്നു. എന്നത്തെയും പോലെ ഞാൻ കടയിലേക്ക് പോയി. എന്തായാലും റാഫി പറഞ്ഞതുപോലെ ചെയ്യാം. അയാൾ കടയിലേക്ക് വന്നില്ലെങ്കിലും അയാളുടെ വീട്ടിൽ പോകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പല ചിന്തകളിലായി സമയം പോയത് അറിഞ്ഞില്ല. ഉച്ചയായപ്പോൾ അമ്മാവൻ കടയിലേക്ക് വന്നു. അമ്മാവൻ്റെ കയ്യിൽ ഒരു വലിയ കവർ കണ്ട് ഞാൻ അമ്മാവനോട് ചോദിച്ചു, ഇതെന്താ? എടാ, ഇത് കുറച്ച് പഴയ പാത്രങ്ങളാ. പഴയ പാത്രങ്ങളോ? നിങ്ങൾക്കെവിടുന്ന ഈ പാത്രങ്ങളെല്ലാം? എടാ, ഇതൊക്കെ ആ പാകിസ്ഥാനിയുടെ ഭാര്യ തന്നതാ. എന്നോട് ഇതൊക്കെ ഒന്ന് വിറ്റ് തരുമോ എന്ന് ചോദിച്ചു. ആദ്യമായിട്ട് ഒരു സഹായം ചോദിച്ചതല്ലേ. ഞാൻ പിന്നെ വേറൊന്നും പറഞ്ഞില്ല. ഞാനതങ്ങ് വാങ്ങി. ഓ, വാങ്ങിയോ? നിങ്ങൾക്കെന്തിനാ ഈ പഴയ പാത്രങ്ങൾ? നാട്ടിൽ കൊണ്ടുപോകാനാണോ? ഏയ്, നാട്ടിൽ കൊണ്ടുപോകാനൊന്നും അല്ലടാ. ഞാനിത് ആ മാർക്കറ്റിൽ പോകുമ്പോൾ കൊടുക്കും. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ അയാൾ ചെയ്യില്ലേ? ഒരുമാതിരി നന്മ മരം കളിക്കാൻ. ഞാൻ പറഞ്ഞു. എടാ, അതിനവർ അവിടെ ഇല്ല. അയാൾ ജോലിക്ക് പോയതാ. ഞാൻ പിന്നെ ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല. നമ്മളെ കൊണ്ടാവുന്ന ഒരു സഹായം, അത്രയേ ഉള്ളൂ. ആ, എന്തെങ്കിലും കാണിക്ക്, ഞാൻ പോട്ടെ. അല്ലടാ, നീ നാട്ടിൽ പോകുന്നുണ്ടോ? അമ്മാവൻ ചോദിച്ചു. ഇല്ല, ആര് പറഞ്ഞു? അമ്മായി വിളിച്ചപ്പോൾ പറഞ്ഞു നീ വരുന്നുണ്ടെന്ന്. ഏയ്, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ പോകുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ. അല്ലടാ, നീ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് വാ. കുറേ ആയില്ലേ നീ വന്നിട്ട്, അമ്മാവൻ പറഞ്ഞു. കൊള്ളാം. സാധാരണ നാട്ടിൽ പോവാൻ ധൃതി പിടിക്കുന്ന ആളാ. ഇപ്പോൾ പോകുന്നില്ലെന്ന്. അമ്മാവൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ഞാൻ മനസ്സിലോർത്തു. ആ, നോക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ അടുത്തെത്തി ഞാൻ അങ്ങോട്ടൊന്ന് നോക്കി. ആരെയും പുറത്തൊന്നും കാണുന്നില്ല. ഞാൻ പതിയെ അങ്ങോട്ടേക്ക് നടന്നു. അയാളുടെ റൂമിനടുത്തെത്തിയതും ആരോ കുളിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. അയാൾ എന്തായാലും ഇവിടെ ഇല്ല. ഇത് അവളാ. ഞാൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. കുളിക്കായിരുന്നത് കൊണ്ട് തന്നെ അവൾ വന്ന് നോക്കാൻ ഒന്ന് താമസിച്ചു. വരുന്നതും കാത്ത് ഞാൻ അവിടെ തന്നെ നിന്നു. കുറച്ച് സമയത്തിന് ശേഷം അവൾ വന്ന് കതക് തുറന്നു. എന്നെ കണ്ടതും അവളുടെ മുഖം ഒന്ന് വാടി. ഞാനും ഒന്നും മിണ്ടാതെ മുറ്റത്തന്നെ നിന്നു. വാ, അകത്തേക്ക് വാ. പുറത്തുനിന്ന എന്നെ അവൾ അകത്തേക്ക് ക്ഷണിച്ചു. ഇല്ല, ഞാൻ വരുന്നില്ല. ഞാൻ പോട്ടെ. ഞാനൊരു ചെറിയ സങ്കടഭാവത്തിൽ അവളോട് പറഞ്ഞു. അതെന്തു പറ്റി? വാ, ഒന്ന് കയറിയിട്ട് പോ. അവൾ ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി പറഞ്ഞു.
അവളുടെ ആ ചിരിയിൽ എനിക്ക് പിന്നെ കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ചെറുചിരിയോടെ അകത്തേക്ക് കയറി. നീ എന്തെങ്കിലും കഴിച്ചോ? അവൾ എന്നോട് ചോദിച്ചു. ഇല്ല, റൂമിലേക്ക് വന്ന വഴിക്ക് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നതാ. റൂമിൽ ചെന്നിട്ട് വേണം കഴിക്കാൻ, ഞാൻ പറഞ്ഞു. ഇന്നെന്താ സ്പെഷ്യൽ? ആ, എനിക്കറിയില്ല. അമ്മാവൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കാണും, പോയി നോക്കണം. നീ പോയി നോക്കിയൊന്നും വേണ്ട. ഇന്ന് ചിക്കൻ കറിയാ. നിൻ്റെ അമ്മാവൻ കുറച്ചെനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു. ഓഹോ, അപ്പോൾ ആ ചിക്കൻ കറിയുടെ പേരില്ല ഇന്നിവിടെ കയറിയത്. ഇങ്ങനെ പോയാൽ അമ്മാവൻ കുറേ ചിക്കൻ കറി ഉണ്ടാക്കും, ഞാൻ മനസ്സിലോർത്തു. വാ, നമുക്ക് കഴിക്കാം. ഞാനൊന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്, അവൾ പറഞ്ഞു. ഏയ്, എനിക്ക് വേണ്ട, ഞാൻ റൂമിൽ പോയി കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചോളൂ. വാടാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു, വാ പ്ലീസ്. അതും പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോയി. പാകിസ്ഥാനി റൊട്ടിയും പിന്നൊരു പാത്രം നിറയെ എണ്ണയിൽ മുക്കിയ ചിക്കൻ കറിയുമായി എൻ്റെ അടുത്തേക്ക് വന്ന് അവിടെയുള്ള ടേബിളിൽ വെച്ചിട്ട് എന്നോട് അവൾ പറഞ്ഞു. വാടാ, നമുക്ക് കഴിക്കാം. ഇത്രയും വിളിച്ച സ്ഥിതിക്ക് ഇനി വേണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാനും കൂടി അവളുടെ കൂടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഡാ, നിനക്ക് ഞങ്ങളോട് ദേഷ്യമാണോ? ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ എന്നോട് ചോദിച്ചു. ഏയ്, എന്തിന്? ഞാനെന്തിനാ നിങ്ങളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞു. നിനക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കെട്ടിയോനും അവളും കൂടി ഇന്നലെ നിന്നോട് ചെയ്ത തെണ്ടിത്തരം ഞാൻ കണ്ടതാ. അയാൾ അങ്ങനെ ഒരു മനുഷ്യനാ, നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു നിന്നോട്. ഏയ്, അതൊന്നും വേണ്ട, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. അല്ല, ഏതാ പെണ്ണ്? ഞാൻ ചോദിച്ചു. അതങ്ങേരുടെ ഫ്രണ്ടിൻ്റെ മകളാ, പേര് ഷിഫി. അവളുടെ ചിരിയാണ് എന്നാകെ കലിപ്പ് കയറ്റിയത്. എനിക്ക് 2 എണ്ണം അവളോട് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. ഏയ്, അത് നീ വിട്ടേക്കടാ, നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. നീ എന്നാ നാട്ടിൽ പോകുന്നത്? അവൾ ചോദിച്ചു. ഞാൻ ചിലപ്പോൾ അടുത്ത് പോകും. അയ്യോ, നീ പോയാൽ പിന്നെ എനിക്കാരോ ഒരു കൂട്ടിന്? നിങ്ങൾക്ക് ഞാൻ തന്നെ വേണമെന്നില്ലല്ലോ, എൻ്റെ അമ്മാവനുണ്ട്, പിന്നെ ഇന്നലെ വന്ന ആ ആൾക്കാരെല്ലാവരും ഇല്ലേ, ഞാൻ പറഞ്ഞു. പക്ഷേ അവരാരും നിന്നെപ്പോലെ അല്ലല്ലോ, നീയൊരു പാവമാണെന്ന് നിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാകും. അത് ശരിയാ, എൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമാണെങ്കിൽ ഇന്നലെ എല്ലാത്തിനും എടുത്ത് പൊട്ടിച്ചാനെ, ഞാൻ പറഞ്ഞു. എടാ, നീ വീണ്ടും അത് തന്നെ പറയാണോ? നീ അത് പറയാതിരിക്കാൻ ഞാൻ വല്ലതും തരണോ? അവൾ ചോദിച്ചതും ഞാൻ അവളുടെ മുഖത്തേക്ക് നല്ലവണ്ണം ഒന്ന് നോക്കി. എന്താടാ ഒരു നോട്ടം, നിനക്കെന്തെങ്കിലും വേണോ? അവൾ ചെറു ചിരിയോടെ ചോദിച്ചു. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ എടുത്തോളാം, ഞാൻ അവരെ ഒന്ന് അടിമുടി നോക്കിയിട്ട് പറഞ്ഞു. എൻ്റെ നോട്ടം കണ്ട അവൾ വേഗം കഴിച്ച് പാത്രവും എടുത്ത് കിച്ചണിലേക്ക് പോയി. ഞാൻ നോക്കിയത് മോശമായി പോയോ? വേണ്ടായിരുന്നു, അവൾ എന്ത് വിചാരിച്ച് കാണും? ഞാനും വേഗം കഴിച്ചിട്ട് കിച്ചണിലേക്ക് പോയി നോക്കി. ഞാൻ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ അവൾ കൈ കഴുകിക്കൊണ്ട് നിൽക്കാണ്. ഞാൻ കയറിയതറിഞ്ഞ് അവൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്തു പറ്റി? ഞാനത് ചോദിച്ചെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞ് എന്നോട് പറഞ്ഞു. എടാ, അങ്ങേരിപ്പോൾ ഫുഡ് കഴിക്കാൻ വരും, നീ പൊക്കോ. അത് കേട്ടതും ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ വേഗം എൻ്റെ റൂമിലേക്ക് പോയി. റൂമിലെത്തി എനിക്ക് ഒരു സമാധാനവും ഉണ്ടായില്ല. ഞാൻ എന്ത് പണിയാണ് കാണിച്ചത്? അങ്ങനെ നോക്കണ്ടായിരുന്നു, എല്ലാം ഒന്ന് ഒത്തുവരുമായിരുന്നു. ഇനി ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകും? ഞാൻ എല്ലാം ഓർത്ത് ആകെ വിഷമിച്ചു. ഒരു സമാധാനവും ഇല്ലാതെ ആയപ്പോൾ ഞാൻ വേഗം ഫോണെടുത്ത് റാഫിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എടാ തിണ്ടി, നീ ഇതെന്ത് പണിയാ കാണിച്ചേ? നിനക്ക് ഇത്രയും ധൃതിയാണോ? അവൻ എന്നോട് പറഞ്ഞു. എടാ, അത് പിന്നെ അങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ. മുൻപ് ഇതുപോലെ ഞാൻ എറിഞ്ഞു നോക്കിയിട്ടുണ്ട്, അപ്പോഴൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഡാ, നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ
അവൾക്ക് നിന്നോട് ഒരു സഹതാപമെല്ലാം തോന്നി തുടങ്ങിയിരുന്നു. അത് വെച്ച് അങ്ങ് കയറിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എല്ലാം കൊളമാക്കിയില്ലേടാ, റാഫി പറഞ്ഞു. ഓഫ് അളിയ, പറ്റിപ്പോയടാ. നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ. എന്ത് ഐഡിയ പറയാൻ? എല്ലാം നീ നശിപ്പിച്ചില്ലേ? അല്ല, നിന്റെ പ്രതികാരം ചെയ്യലെല്ലാം എവിടെ എത്തി? അതും മൂഞ്ചിയോ? ആടാ, എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പോലും തോന്നുന്നില്ല. ഞാൻ അങ്ങോട്ട് വന്നാലൊന്ന് ആലോചിക്കാം. ആ, അത് നല്ല ഐഡിയ. നീ വേഗം ഇങ്ങോട്ട് വാ, നമുക്കിവിടെ അടിച്ചു പൊളിക്കാടാ, റാഫി പറഞ്ഞു. പക്ഷേടാ, നാട്ടിൽ വന്നാൽ ഒരു കളിയും നടക്കില്ല. ഇവിടെ ഇപ്പോൾ ഒത്തു വന്നതായിരുന്നു, അതും നമുക്കൊന്നും ജന്മത്തിൽ കിട്ടാത്ത അത്രയും ഒരു സുന്ദരിയെ. നീ അത് വിട്ടുപിടിക്കടാ. നിനക്ക് എത്രണ്ണം വേണം? അതുപോലെയുള്ളത് ഞാൻ സെറ്റാക്കി തരാം. നീ ഇങ്ങോട്ട് വാ. ഒന്ന് പോടാ, തള്ളി മറിക്കാതെ. ഇത്രയും കാലമായിട്ടും നിനക്കാ പിടുത്തം തന്നെയല്ലേ പരിപാടി. ഒരുത്തിയൊന്ന് തൊട്ടുപോലും നോക്കിയിട്ടുണ്ടോ നീ? എന്നിട്ടാ അവനൊരു മാസ് ഡയലോഗ്. ഞാൻ പറഞ്ഞു, എടാ അത് പിന്നെ ഞാൻ ഡീസൻ്റ് ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ കാണായിരുന്നു. ഓ പിന്നെ ഒന്നും കാണാൻ പോകുന്നില്ല. നീ ഇപ്പോൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞതാ, അല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും, ഞാൻ പറഞ്ഞു. അല്ലടാ, ആ ചിരിച്ചവളെ പറ്റി വല്ല തുമ്പും കിട്ടിയോ? ആടാ, അതൊക്കെ കിട്ടി. അയാളുടെ കൂട്ടുകാരൻ്റെ മോളാ, പേര് ഷിഫിന്നോ എന്തോ ആണ്. ആ അല്ലടാ, അവൾ എങ്ങനെ കിട്ടുമോ? അവൻ ചോദിച്ചു. നീ ഒന്ന് പൊക്കെ, അതിൻ്റെ റൂം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആദ്യം ഇതൊന്ന് സെറ്റാക്കി നോക്കട്ടെ. അവൻ്റെ കയ്യിൽ നിന്നും ഒരു ഐഡിയയും കിട്ടാത്തതുകൊണ്ട് കോള് കട്ട് ചെയ്ത് ഞാൻ ബെഡിൽ പോയി കിടന്നു. കുറേ നേരം ഓരോന്ന് ആലോചിച്ച് ഞാനറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ പെട്ടെന്നുള്ള ഫോൺ ബെല്ലടി കേട്ട് ഞാൻ നെട്ടി ഉണർന്നു. സമയം നോക്കുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. ആരാണ് വിളിച്ചെന്ന് നോക്കിയപ്പോൾ അത് റാഫിയായിരുന്നു. ഇനിയിപ്പോൾ അവനെ വിളിച്ചുകൊണ്ടിരുന്ന കടയിൽ പോകാൻ വൈകുമെന്ന് എനിക്ക് മനസ്സിലായി. കടയിൽ ചെന്നിട്ട് വിളിച്ചു നോക്കാം എന്നും വിചാരിച്ച് ഞാൻ വേഗം കുളിച്ച് ഫ്രഷായി കടയിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ ഞാൻ അങ്ങോട്ടൊന്ന് നോക്കി. കതക് അടച്ചിട്ട നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കടയിലേക്ക് പോയി. കടയിൽ ചെന്നപ്പോൾ അമ്മാവൻ അമ്മായിയുമായി ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ട അമ്മാവൻ കോള് പോലും കട്ട് ചെയ്യാതെ ഞാൻ പോവാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. കടയിൽ അധികം തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം റാഫിയെ വിളിച്ചു. ഹലോ, എന്താടാ, നീ വിളിച്ചിരുന്നോ? ആടാ, എനിക്കൊരു ഐഡിയ കിട്ടി, അത് പറയാൻ വിളിച്ചതാ. എന്ത് ഐഡിയ? പറയടാ. എടാ, ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ ഐഡിയ ഉള്ളൂ. നീ എങ്ങനെയെങ്കിലും അവളുടെ നമ്പറൊന്ന് ഒപ്പിക്ക്, എന്നിട്ട് അതിലൂടെ 3-4 മെസ്സേജ് അങ്ങ് അഴക്ക്, അവൻ പറഞ്ഞു. ആ, അത് കൊള്ളാലോ. നീ എന്താ ഇത് നേരത്തെ പറയാനേ? എടാ, എനിക്കിപ്പോഴാ ഇത് ഓർമ്മ വന്നത്. നീ എങ്ങനെയെങ്കിലും അവളുടെ നമ്പർ കിട്ടുമെന്ന് നോക്ക്. നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ടടാ. അതെപ്പോൾ കിട്ടി? അതൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് മോനെ. എന്നാ എനിക്കും കൂടി താടാ, ഞാനും ഒന്ന് മെസ്സേജ് അയച്ച് നോക്കട്ടെ, അവൻ പറഞ്ഞു. ഒന്ന് പോട കോപ്പേ, നിനക്കവൾക്ക് മെസ്സേജ് അയക്കാൻ ഹിന്ദിയോ ഉറുദുവോ വല്ലതും അറിയോ? നിനക്കാകെ മലയാളമല്ലേ അറിയൂ, ഞാൻ പറഞ്ഞു. അല്ല, അതിന് നിനക്കറിയോ ഹിന്ദിയിൽ മെസ്സേജ് അയക്കാൻ? അവൻ ചോദിച്ചു. അയ്യോ, അത് ശരിയാണല്ലോ. ഞാനെങ്ങനെയാ ഹിന്ദിയിൽ മെസ്സേജ് അയക്കുക? എടാ, നീ ഒരു കാര്യം ചെയ്, അവൾക്ക് ഒരു കോള് ചെയ്, എന്നിട്ട് അവളോട് ഒരു സോറി അങ്ങ് പറ. അത് വേണോടാ? ചെയ്യടാ, അല്ലാതെ നിനക്ക് അവിടെ പോകാൻ പറ്റുമോ? ഇല്ല, ഇനി അങ്ങോട്ട് കയറി ചെല്ലാൻ എന്നെ കൊണ്ടാവില്ല. ഞാനെന്നാൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഇപ്പോൾ അയാൾ അവിടെ ഉണ്ടാകില്ല, ഞാൻ പറഞ്ഞു. ആ, എന്നാ നോക്കടാ. പിന്നെ വേറെ ഫോട്ടോസും ഉണ്ടോടാ? റാഫി ചോദിച്ചു. ആടാ, നിൻ്റെ ഉപ്പാൻ്റെ 2 ഉണ്ട്, വേണോ നിനക്ക്? അല്ല പിന്നെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടേടാ. അവൻ്റെ കോൾ കട്ട് ചെയ്ത് രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്ക് വിളിച്ചു. നമ്പർ ബിസി കണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു നോക്കി. ഹലോ, ആരാ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ എന്നോട് ചോദിച്ചു. ഞാനാ, ഹാഷിർ. മനസ്സിലായോ? ഇല്ല, ആരാ? എന്താ കാര്യം? ഞാൻ നിങ്ങളുടെ റൂമിനടുത്ത് താമസിക്കുന്ന മലയാളിയാണ്. ഇന്നുച്ചയ്ക്ക് നമ്മൾ ഒരുമിച്ചല്ലേ ഫുഡ് കഴിച്ചത്?
ഇപ്പോൾ എന്നെ മനസ്സിലായോ? ഓ, നീയാണോ? അല്ല, എൻ്റെ നമ്പർ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ എനിക്കറിയാം. ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. നിങ്ങൾക്കെന്നോട് വെറുപ്പാണോ? വെറുപ്പോ? എന്തിന്? എനിക്കാരോടും വെറുപ്പൊന്നുമില്ല. നീ പറ, എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? ആദ്യം ഇത് പറ, എന്നോട് വെറുപ്പുണ്ടോ? ഇല്ലടാ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെറുപ്പൊന്നുമില്ല. പിന്നെ എന്താ നിൻ്റെ പ്രശ്നം? നീ മര്യാദക്ക് പറഞ്ഞോ എൻ്റെ നമ്പർ എവിടെന്നാ കിട്ടിയതെന്ന്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞു കൊടുക്കും. അവൾ പറഞ്ഞു. അയ്യോ പ്ലീസ്, അങ്ങനൊന്നും ചെയ്യല്ലേ, ഞാൻ പറയാം. എന്നാ പറ, എവിടെ നിന്ന് കിട്ടിയെന്ന്. അത് പിന്നെ കുറച്ച് ദിവസം മുമ്പ് നിങ്ങളുടെ ഭർത്താവ് ഫോൺ ശരിയാക്കാൻ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിരുന്നു. ആ, അന്ന് നിങ്ങൾ വിളിച്ചില്ലേ, ആ ദിവസം തന്നെ. അന്ന് കിട്ടിയതാ. നീ എന്തിനാ അന്നെൻ്റെ നമ്പർ എടുത്തു വെച്ചത്? അത് പിന്നെ നിങ്ങളെ കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നി, അങ്ങനെ എടുത്ത് വെച്ചതാ. ഏ, എന്നെ കണ്ടപ്പോഴോ? അതിന് നീ എപ്പോഴാടാ എന്നെ കണ്ടത്? അന്ന് നമ്മൾ തമ്മിലൊരു പരിചയമില്ലല്ലോ. സത്യം പറ, ഇതിലെന്ത് ഉടായ്പുണ്ടല്ലോ, പറ. അവൾ എന്നോട് പറഞ്ഞു. അയ്യോ, ഒരു ഉടായ്പുമില്ല. അന്ന് തന്നെ കിട്ടിയതാ. എൻ്റെ ഉമ്മയാണ് സത്യം. എന്നാ പറ, എന്നെ ഇഷ്ടപ്പെടാൻ നീ എന്നെ എവിടെ വെച്ചാ മുമ്പ് കണ്ടിട്ടുള്ളത്? അന്ന് നന്നാക്കാൻ തന്ന ആ ഫോണിൽ നിന്നാണോ? അവൾ ചോദിച്ചു. അയ്യോ അല്ല, സത്യം. ഞാൻ ആ ഫോണൊന്ന് തുറന്നു നോക്കിയിട്ട് പോലുമില്ല. നീ സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഇത് നിൻ്റെ അമ്മാവനോട് പറഞ്ഞു കൊടുക്കും, അത് ഉറപ്പാ. അവൾ പറഞ്ഞു. അയ്യോ വേണ്ട, ഞാൻ പറയാം. എന്നാ പറ. ഞാനൊന്ന് ആലോചിച്ചിട്ട് എൻ്റെ മനസ്സിൽ വേറൊരു ഐഡിയയും കിട്ടിയില്ല. ഹലോ ഡാ, പറയടാ. അത് പിന്നെ ഞാൻ അറിയാതെ ആ ഫോണിലെ ഗാലറി തുറന്നപ്പോൾ കണ്ടതാ. കുറച്ചു നേരം അവളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഹലോ ഹലോ, എന്താ മിണ്ടാത്തെ? സോറി, ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ആ ഫോണിലൊന്ന് കളിച്ചതാ. അപ്പോൾ അറിയാതെ കണ്ടുപോയതാ. പ്ലീസ് എന്തെങ്കിലും സംസാരിക്ക്. ഹലോ. അതിൽ എല്ലാ ഫോട്ടോസും ഇല്ലായിരുന്നോ? അവൾ എന്തോ ഒരു സംശയത്തോടെ എന്നോട് ചോദിച്ചു. എല്ലാ ഫോട്ടോസോ? അതെന്താ? നീ എന്നെ പച്ചയ്ക്ക് കണ്ടോ എന്ന് അവൾ ചോദിച്ചു. കണ്ടു. അടഞ്ഞ ശബ്ദത്തിൽ ഞാൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനത് പറഞ്ഞതും അവൾ കോൾ കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ വല്ലാതെയായി. ഇനി അവൾ അമ്മാവനോടോ അയാളോടോ പറയുമോ? പേടിച്ചിട്ട് എൻ്റെ കാൽ രണ്ടും വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ഞാൻ വേഗം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അമ്മായിയായിരുന്നു അത്. പേടിച്ച് വിറച്ചെന്ന ഞാൻ ആ കോൾ എടുത്തില്ല. ഞാൻ വേഗം ആ കോൾ കട്ട് ചെയ്ത് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ച് അവിടെ ഇരുന്നു. അമ്മായി വീണ്ടും വിളിക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും കോൾ എടുത്തില്ല. ഒരു സമാധാനവും കിട്ടാതെ ഞാൻ വീണ്ടും റാഫിയെ വിളിച്ചു. ബെല്ലടിക്കേണ്ട താമസം. അവൻ വേഗം കോൾ എടുത്തു. എന്തായടാ, പ്രശ്നമെല്ലാം അവസാനിച്ചോ? അവൻ ചോദിച്ചു. ഇല്ലടാ, ഇപ്പോൾ അതിലും വലിയൊരു പ്രശ്നമാണ്. എന്താടാ, എന്തു പറ്റി? എടാ, ഞാൻ അവളുടെ ഫോട്ടോ കണ്ടത് അവൾ അറിഞ്ഞു. ഏ, അതോ? അത് തന്നെ. അതെങ്ങനെ? എടാ, അത് ഞാൻ അവൾക്ക് വിളിച്ചിരുന്നു. അവളപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ഫോൺ ശരിയാക്കാൻ തന്നപ്പോൾ കിട്ടിയതാണെന്ന്. അതിനിപ്പോൾ എന്താ, ഫോട്ടോ എങ്ങനെ കിട്ടിയതെന്നല്ലേ ഇപ്പോൾ പ്രശ്നം. അത് നീ എന്ത് പറഞ്ഞു? എടാ, ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ ആ ഫോണിൽ കളിച്ചപ്പോൾ കിട്ടിയതാണ്. അത് പറഞ്ഞതും അവൾ കോള് കട്ട് ചെയ്ത് പോയി. ഓഫ്, നിനക്ക് വേറെന്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോടാ? അവൻ പറഞ്ഞു. വേറെ എന്ത് പറയാൻ, എനിക്കപ്പോൾ വേറൊരു ഐഡിയയും തോന്നിയില്ല. ഞാനതങ്ങ് പറഞ്ഞു പോയി. നീ പിന്നെ അവളെ വിളിച്ചു നോക്കിയോ? ഇല്ലടാ, എനിക്ക് പേടിയാ. ഞാനിനി വിളിക്കില്ല. ഇതിപ്പോൾ നല്ല കഥ. പ്രതികാരം ചെയ്യാൻ പോയ നീ ഇപ്പോൾ ആകെ മൂഞ്ചല്ലോ. എടാ, എനിക്ക് പേടിയാവുന്നു. നീ എന്തെങ്കിലും ഒരു ഐഡിയ പറയടാ. അത് സാരില്ലടാ, അവൾ അപ്പോഴുള്ള ആ ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്ത് പോയതാവും. നീ ഇനി പേടിക്കുന്നത് എന്തിനാ? അതല്ലടാ, അവളിനി അമ്മാവനോടും അവളുടെ കെട്ടിയവനോടും പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏ, അതെപ്പോ? അതൊക്കെ പറഞ്ഞടാ, എനിക്കാകെ പേടിയാകുന്നു.
ഞാൻ നാട്ടിലേക്ക് വന്നാലോ? അതിന് നിൻ്റെ പാസ്പോർട്ട് നിൻ്റെ അമ്മാവൻ്റെ കയ്യിലല്ലേ, നീ പിന്നെ എങ്ങനെ വരും? ഷേ, അത് ശരിയാണല്ലോ. ഇനി അമ്മാവനെങ്ങാനും അവളുടെ വീട്ടിൽ പോയോ ആവോ? അപ്പോൾ അമ്മാവനും അവിടെ പോകാറുണ്ടോ? അതെന്തിന്? അവൻ ചോദിച്ചു. അവളെ വളക്കാൻ, അല്ലാതെ എന്തിന്? എൻ്റെ അല്ലേ അമ്മാവൻ. മിക്കവാറും അവളിപ്പോൾ അമ്മാവനോട് എല്ലാം പറഞ്ഞു കാണും. ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകും. എടാ, നീ ഒന്ന് സമാധാനിക്ക്. അവൾ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. നീ നോക്കിക്കോ, ഞാനാ പറയുന്നത്. എനിക്കൊന്നും അറിയാൻ പാടില്ല. നീ ഇപ്പോൾ ഫോൺ വെക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. എന്തായാലും അമ്മാവനോടെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മായി എന്നെ വിളിച്ചത്. അമ്മാവനെ വിളിച്ചപ്പോൾ കോൾ എടുത്തു കാണില്ല. എന്തായാലും അമ്മാവൻ വരുമ്പോൾ അറിയാം എന്തായി എന്ന്. ഞാൻ അമ്മാവൻ്റെ വരവും കാത്ത് പേടിച്ച് വിറച്ചു നിന്നു. കടയിൽ ആളുകൾ വന്ന് പോകുന്നുണ്ടെങ്കിലും ഞാൻ പേടിയോടെ വേറെ ഏതോ ലോകത്തായിരുന്നു. ഇനി അമ്മാവൻ വരുന്നതിന് മുമ്പ് പ്രശ്നമറിഞ്ഞ് ആ പാകിസ്ഥാനി വല്ലതും കയറി വരുമോ ദൈവമേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടയുടെ പുറത്തേക്ക് നോക്കി നിന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.